അപ്പോ നിങ്ങളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നതിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ഓരോ പടികളാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത്, നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ള ഹിബ മാം, ദുർഗ മാം ഒക്കെ നിങ്ങൾക്ക് ഓൺ ബോർഡിംഗ് സെഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി ഓറിയന്റേഷൻ സെഷൻ വരുന്നുണ്ട്. ആ ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ലേൺ വൈസിനെ കുറിച്ചും ഇഗ്നോനെ കുറിച്ചും നിങ്ങളുടെ സിലബസിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്നും എടുക്കില്ല അല്ലെ. നമ്മളെല്ലാവരും പരസ്പരം നമ്മൾ എന്താ പരിചയപ്പെടുന്ന ഒരു ദിവസമാണ്. അപ്പൊ അതുപോലൊരു ദിവസമാണ് നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഒരു അക്കാഡമിക് ജേണിയിലേക്കുള്ള ആദ്യ ദിനം എന്ന രീതിയിൽ നമ്മളൊരു ഇൻഫോർമൽ ആയിട്ട് നിങ്ങളും തമ്മിൽ പരിചയപ്പെടുന്നു, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും പരിചയപ്പെടാൻ പോകുന്ന ഒരു ദിവസം. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു 7ഓളം സെഷൻസോളം ഇനി വരുന്നുണ്ട്. ഓരോ ദിവസത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, ഓരോരോ പ്ലാൻസ് ആൻഡ് പർപ്പസോട് കൂടിയിട്ടാണ് ഓരോ ദിവസങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് തന്നെ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ജേണിയിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നല്ല നമ്മൾ പോകുന്നത്. ഇന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ററാക്ഷൻ, ഒരു ഇൻഫോർമൽ വേയിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിലേ പറയാണ്, ആരും സീരിയസ് ആയിട്ടോ ഗൗരവം പിടിച്ചിട്ടോ ഇരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇന്നത്തെ ദിവസത്തിനില്ല. റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അക്കാഡമിക് ജേണിയിലേക്ക് ഓരോ ദിവസവും കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇന്ന് മുതൽ നമ്മുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെ പോകണം, എന്തായിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോ ഇന്നത്തെ ജേണി എന്ന് പറയുന്നത് നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങാം. പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് തന്നെ നമുക്ക് ഈ ജേണി പുഞ്ചിരിച്ചുകൊണ്ട് അവസാനിക്കാനും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിക്കാനും നമുക്ക് സാധിക്കണം. അപ്പൊ ഇന്നത്തെ സെഷനിലെ എന്റെ പേര് രാഖി എന്നാണ്. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററായി വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ സെഷനിൽ എന്റെ കൂടെ സ്നേഹ മാം ഉണ്ട്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ തന്നെയാണ്. വാണി മാം ഉണ്ട്, സാൻഡ്ര മാം ഉണ്ട്, കീർത്തന മാം ഉണ്ട്. ഇത്രയും പേരുണ്ട്. പിന്നെ നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഹിബ മാമും ദുർഗ മാമും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് സ്നേഹ മാമിനും നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആളുടേതായിട്ടുള്ള കുറച്ച് വാക്കുകളും കൂടി കേട്ടിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ സ്നേഹ? ഹായ് ഓൾ, കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? ഹായ്, എന്റെ പേര് സ്നേഹ എന്നാണ്. പറഞ്ഞല്ലോ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിന്റെ മെന്റർ ആണ്. ബാക്കി ഞങ്ങൾ കുറെ മെന്റേഴ്സും പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇന്നൊന്ന് ഒത്തുകൂടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയന്റേഷന്റെ ഫസ്റ്റ് ഡേ, അതായത് നമ്മുടെ ക്ലാസ് റൂമിലെ ഫസ്റ്റ് ഡേ എന്ന രീതിയിൽ കണ്ടാൽ മതി. ഒരു സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലെ ഫസ്റ്റ് ഡേ ആ രീതിയിൽ നമ്മൾ കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ തമ്മിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മളൊന്ന് പരിചയപ്പെടുന്നു, എന്താണ് ഏതാണ് അല്ലെങ്കിൽ ആരാണ്, എന്താ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ കൂൾ ആകാൻ കിട്ടുന്ന ഒരു ദിവസം. അതായത് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്റെ ബാച്ച്മേറ്റ്സ്, ആരൊക്കെയാണ് എന്റെ ക്ലാസ്മേറ്റ്സ് എന്നൊരു നമ്മളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഒരു ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്കൂളിലാണേലും കോളേജിലാണേലും ചെല്ലുമ്പോഴത്തെ ഒരു എഫക്ട്, അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് കൂളായിട്ട് ഇരിക്കണം, ക്യാമറ എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കണം, വീഡിയോസ് ഒക്കെ ഓൺ ആക്കുക. നമുക്ക് തമ്മിൽ ഒന്ന് കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. തമ്മിൽ ആരൊക്കെയാണ് നമ്മളില് ജസ്റ്റ് നമ്മൾ എല്ലാവരും കൂടെ കൂടിച്ചേരുന്ന കുറച്ച് സെഷൻസ് അല്ലേ നമ്മുടെ ഇതിൽ വരത്തുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം വീഡിയോ ഓൺ ആക്കിയിരിക്കുക, തമ്മിൽ കാണുക, തമ്മിൽ പരിചയപ്പെടുക. ഓരോരുത്തരും ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് തമ്മിൽ അവരെ കൂടുതലായിട്ട് അറിയാൻ നോക്കുക. ആരാണ്, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ ആണ്. നമ്മൾ പല ഏജ് ഗ്രൂപ്പ് ഉള്ളവർ കാണും, നിങ്ങളുടെ ഇടയിൽ പല ഗ്യാപ്പുകളും ഉള്ളവർ കാണും. അതായത് നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ട് ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ എന്തോ ഒരു പർട്ടിക്കുലർ റീസൺസ് കൊണ്ട് തുടരാതെ ഇപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ബാക്കി പിന്നെയും ഉള്ളൊരു നല്ലൊരു മനസ്സിൽ അത്രയ്ക്ക് ഒരു ആഗ്രഹം നിന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന അങ്ങനെ പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ ഓരോ ഫീലിങ്സുകൾ ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന ഓറിയന്റേഷൻ ഡേ. അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സെഷൻസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, അല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക്
പഠനം എന്ന രീതിയല്ലല്ലോ നമ്മൾ ഏതായാലും ഫസ്റ്റ് ഡേയിൽ നോക്കുന്നത്. അതേപോലെ ഒരു സെഷൻ ആയിരിക്കും ഇന്ന്. അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോസ് എല്ലാം ഓൺ ആക്കി തന്നെ ഇരിക്കുക. നിങ്ങൾ എന്താ കൂൾ ആയിട്ടിരിക്കുക, ആക്റ്റീവ് ആകുക. നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ ഗെയിംസ് വരുന്നതിലും എല്ലാത്തിലും എന്താണ് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഒന്ന് എന്താ ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ വീഡിയോസ് എല്ലാം ഓൺ ആക്കിയിരിക്കുക. നമ്മൾ വിളിച്ച് പേര് വിളിച്ചിനി ഓൺ ആക്കിക്കാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാനോ എന്നാൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോഴൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിങ്ങളെ മുന്നിലോട്ട് പ്രതീക്ഷിച്ചോളുന്നു കേട്ടോ. ദെൻ രാഗി മാം, നമുക്ക് എന്നാൽ ഓരോരുത്തരെയായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഹലോ. അപ്പൊ എല്ലാവരും ആദ്യം ആരാണ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വരാനായിട്ട്? പേരൊന്നും വിളിക്കുന്നില്ല, ആദ്യം ഒന്നും പേര് വിളിക്കുന്നില്ല. നിങ്ങൾ എന്താണ് സ്വയം ഒന്ന് ആക്റ്റീവായിട്ട് വരിക. ഇപ്പൊ ഞങ്ങളാണേലും ഇപ്പൊ നമ്മളൊന്നും ക്ലാസ് എടുക്കാനൊന്നും ഇരിക്കുമല്ലോ, ഞങ്ങളെല്ലാം ഇന്ററാക്ട് ചെയ്യുക, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുക. ഇപ്പൊ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മെന്റേഴ്സ്, അതായത് ഹിബ മാമിനെയോ ദുർഗ മാമിനെയോ ഒക്കെ അല്ലേ അറിയത്തുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും നിങ്ങളെ പരിചയമില്ല. അപ്പൊ ഞങ്ങൾക്കും നിങ്ങളെ ഒന്ന് പരിചയപ്പെടണം, നിങ്ങൾക്കും തമ്മിൽ അത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കൂളായിട്ടിരിക്കുക കേട്ടോ. അത് ആരാണോ ആദ്യം താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ആക്റ്റീവ് ഉള്ളത് ചാടി ചാടി പോന്നോ, അല്ലെങ്കിൽ ലാസ്റ്റ് വരുമ്പോ നമ്മൾ പേര് വിളിക്കേണ്ടി ഇനീഷ്യേറ്റീവ് വരും. എടുക്കാൻ ആ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലോട്ട് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടോ ബോൾഡ് ആൻഡ് ഹാൻഡ്സം ആയിട്ടോ വരാനായിട്ട് തയ്യാറായിട്ട് ആരാണുള്ളത്? ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഫസ്റ്റിൽ തന്നെ. ഓക്കെ. സോ മൈസെൽഫ്, എൻ്റെ പേര് അസീന എന്നാണ്. ഞാൻ ഒരു സ്വന്തമായിട്ടൊരു ചെറിയൊരു IT കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. ഒരു 8 years ആയി. ഒരു 10-20 സ്റ്റാഫ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ലാണ്ട് പോകുന്നുമുണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയാ, നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുള്ള കുറെ സ്റ്റേജസ് ഉണ്ടാവുമല്ലോ ലൈഫിൽ. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തു. ഒത്തിരി ഈ ഗ്രാജുവേഷൻ എന്നുള്ള പ്രോസസ്സ് അല്ലാണ്ട് ഒത്തിരി കോഴ്സസും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ. എനിക്ക് കുറച്ചും കൂടി കരിയർ ഒരു എഡ്യൂക്കേഷൻ വൈസിൽ കുറച്ചുകൂടി ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി ഗ്രാജുവേഷൻ വേണം. സോ ഐ ജോയിൻഡ് ലേൺ വൈസ്. അപ്പം യാ, പ്ലേസ് എവിടെയായിരുന്നു? പ്ലേസ് ഞാൻ എൻ്റെ നാട് തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂര്. പക്ഷെ ഞാൻ സെറ്റിൽഡ് ആയിരിക്കുന്നത് എറണാകുളത്താണ്. ബാംഗ്ലൂരുണ്ട് ഓഫീസ്, ദുബായിലുണ്ട്. സോ ഐ എം കീപ് ട്രാവലിംഗ്. ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്താ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ക്രിയേറ്റീവ് ക്ലബ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഓക്കെ ഓക്കെ. എന്താണ് അവിടെ വരുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ട്? വി ആർ ഇൻടു ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ 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 ഓക്കെ. എന്താണ് ഒരു യുണീക്നെസ് ഉള്ളത് ഒരു അസീനയുടെ കയ്യില്? അസീന മറ്റുള്ളവർക്ക് അസീനനെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അസീന എന്തായിരിക്കും ഒരു USP ആയിട്ട് പറയാ? എനിക്ക് എന്തിനെ കുറിച്ചും സംസാരിക്കാനും പറ്റും, ഒരാളെ കേട്ടിരിക്കാനും പറ്റും, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് എന്നെ സെല് ചെയ്യാനുള്ളത്. ഐ ക്യാൻ ടോക്ക്. ഓക്കെ. ടോക്ക് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് കൺഫ്യൂസ് ചെയ്ത് വീണ്ടും കൺവിൻസ് ചെയ്തെടുക്കും. റൈറ്റ്, അങ്ങനെയും പറയാം. നല്ല ഇന്ററാക്ഷൻ ആയിരിക്കും അല്ലേ? അതെ, അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മളെ കേട്ടിരിക്കാനും മറ്റുള്ളവർക്ക് തോന്നണമല്ലോ. അതിന് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു അസീന. താങ്ക് യു. ഇനി ആരാണ്? എല്ലാവരും ഒത്തിരി ആക്റ്റീവ് ആയിരിക്കും. അല്ല മാഡം, സജീഷ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സജീഷ്. ഞാനിവിടെ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിലെ കാലിക്കറ്റ് കോഴിക്കോടിലാണ്. ഇവിടെ സൗദി അറേബ്യയിൽ എത്തിയിട്ട് 15 വർഷത്തോളായി. ഇവിടെ ഒരു കമ്പനിയിൽ കുഴപ്പമില്ലാത്തൊരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയാസ് വന്നപ്പോഴാണ് ഒരു BBA ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കുറിച്ച് അറിഞ്ഞു, അങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. നേരത്തെ ഞാൻ അസീനയുടെ അടുത്ത് ചോദിച്ച പോലെ തന്നെ സാറിനോടും സജീഷിനോടും ചോദിക്കുകയാണ്, എന്താണ് സാർ ഒരു സ്വയമായിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ
സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു USP, യൂണിക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എന്തായിരിക്കും? എൻ്റെ ഒരു 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഈ സൗദി അറേബ്യയിലുള്ളത് ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അത് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഈ ഐഡിയാസ് ഈ കമ്പനിയുടെ പിന്നെ ഗ്രോത്തിന് ഞങ്ങളുടെയൊക്കെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഒരു സ്ഥാപനം എന്നുള്ളത് എത്തിയിരിക്കുന്നത്. അതിന്റെ പ്രോസസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വന്തമായിട്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്, അതാണ് മാർക്കറ്റിംഗ് ലെവലിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആരോടും പറയാത്ത കുറച്ച് ഡ്രീംസുകൾ കയ്യിലുണ്ട് അല്ലെ, ഒരു ഐഡിയാസുകൾ കയ്യിലുണ്ട്, കൊണ്ടുവച്ചിട്ടുണ്ട് കൂടെ. അതെ അതെ. ഓക്കെ, അപ്പൊ സക്സസ് ആവട്ടെ, സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്ത് ഫാത്തിമ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അടുത്ത് ഫാത്തിമ പറയാമെന്ന് പറഞ്ഞിട്ട്. ഫാത്തിമനെ കാണാനില്ലല്ലോ. Hello. ആരാ? സുജിത്ത്. Yeah, Sujit. Basically from Kannur. Right now from Muscat. I am 42 years old and currently working as the technical analyst. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രീ ഡിഗ്രി 2001 അത് കഴിഞ്ഞു. ദെൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഡയറക്ട്ലി ഡിപ്ലോമയാണ് ചെയ്തത്. അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞു. ദെൻ ജോലി കിട്ടി. ഫസ്റ്റ് കമ്പനി ദുബായിലായിരുന്നു. ദെൻ ഐ മൈഗ്രേറ്റ് ടു ഒമാൻ, മസ്കറ്റ്. ഇപ്പം ഒരു ലാസ്റ്റ് 10-15 വർഷമായിട്ട് മസ്കറ്റ് തന്നെയാണ് വിത്ത് ഫാമിലി. ഇപ്പം സിറോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ട്. ബട്ട് മൈ ആംബിഷൻ ഈസ് ടു മൂവ് ടു സംവെയർ UK ഓർ യൂറോപ്പ്. സോ ഐ ജസ്റ്റ് എന്താ പറയാ, അതിനുള്ളൊരു മൈഗ്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ MBA വേണം. അപ്പം അത് കാരണമാണ് ഇപ്പം BBAക്ക് ജോയിൻ ചെയ്തത്. അപ്പം റെഗുലർ കോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ദെൻ ഓൺലൈനായിട്ട് ചെയ്യാന്ന് കരുതി. അപ്പം നിങ്ങളെ ഈ ലേൺ വൈസിന്റെ ഇൻഫർമേഷൻ കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ലിങ്ക് ത്രൂ ആണ് ഇതിൽ ജോയിൻ ചെയ്തത്. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് ഫാമിലി, വൈഫ് ആൻഡ് 3 kids and all are in settled in Muscat. ഓക്കെ, ഇത്രയൊക്കെയാണ് myself. താങ്ക് യു. ഹലോ, എന്റെ പേര് ഫാത്തിമ. ഞാൻ ഇരിട്ടി, കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ ഐ എം 27 years old. ഞാന് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 10 years ആയി. അപ്പൊ ഞാന് ഏർലി മാരേജ് ആയിട്ട് ഞാൻ കാണുന്നത്. ഒരു 17 years ആ ഒരു ടൈമിലാണ് ഞാൻ മാരീഡ് ആയത്. അപ്പൊ ആ സമയത്ത് എനിക്ക് +2 പറ്റിയിട്ടില്ല. ഇപ്പോ എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ മോളെ ഒന്ന് സ്കൂൾ ചേർത്തപ്പോ ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ട് +2 കേന്ദ്ര സർക്കാരിന്റെ +2 എഴുതി. അതിനുശേഷം ഡിഗ്രി ജോയിൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇഗ്നോയില് ജോയിൻ ചെയ്തത്. പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ലേൺ വൈസിന്റെ ലിങ്ക് എനിക്ക് കിട്ടിയത്. ഓക്കെ. എന്താ ഞാൻ നേരത്തെ ഞാൻ ഒരാളോട് ചോദിക്കാൻ വിട്ടുപോയി തോന്നുന്നു. ഫാത്തിമയുടെ ഈ ഒരു USP എന്താണ്? ഫാത്തിമേനെ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫാത്തിമ എന്ത് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും? അല്ലെങ്കിൽ ഫാത്തിമേനെ ഒരു വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം? അങ്ങനെ വ്യത്യസ്തമായിട്ടൊരു കഴിവുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്ത് കാര്യം ചെയ്യാനും ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യും. പിന്നെ റിസ്ക് ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. സ്ട്രെസ് എടുത്ത് റിസ്ക് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇപ്പോഴാണെങ്കിലും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക്, എന്നാലും എനിക്ക് ഡിഗ്രി ചെയ്ത് മാസ്റ്റേഴ്സ് ചെയ്ത് ഒരു ജോബൊക്കെ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. ആ ഒരു റിസൾട്ട് ഒരു കൂടുതൽ സ്വീറ്റ്നെസ് കൂടുമല്ലോ അല്ലെ, സ്വന്തമായിട്ട് ഇത്രയും റിസ്ക് എടുത്ത് അവസാനം നമുക്കൊരു റിട്ടേൺ കിട്ടുമ്പോ. അതെ 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 അതെ. അപ്പൊ നല്ലോണം മതിരിക്കട്ടെ കേട്ടോ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് മുഹമ്മദ് അലിയാണ്. ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യണത്. ഒരു ബിസിനസ് തന്നെയാണ് ചെയ്യണത്. കുറെ കാലം ഈ ഡിഗ്രി ചെയ്യാൻ വേണ്ടി പല പ്ലാറ്റ്ഫോമും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ ഇടയിലാണ് ഈ ലേൺ വോയ്സ് കണ്ടത്. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യണത്.
ഹലോ, കേൾക്കണുണ്ടോ? കേൾക്കാം കേൾക്കാം. ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഓരോരോ സാഹചര്യം കൊണ്ട് അങ്ങനെ പോകുന്നത് സൗദിയിലെത്തി. 10-15 വർഷമായി ഏകദേശം ഇവിടെ. പിന്നെ അങ്ങനെ BBA BCom ഈ സബ്ജക്റ്റിനോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയാണ് ഞാൻ BBA കുറച്ചും കൂടി നല്ലത് എന്നുള്ള നിലയ്ക്ക് BBA കഴിഞ്ഞ് MBA കൂടി ചെയ്യാൻ നിലക്ക് ഞാനിത് ജോയിൻ ചെയ്തത്. കുഴപ്പം എന്താ പറയാ, അങ്ങനെ പ്രത്യേകിച്ച് അതായത് നമ്മളൊരു ഡിഗ്രി ചെയ്യാന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. നമ്മള് പ്രത്യേക ഒരു ലക്ഷ്യമൊന്നും വെച്ചിട്ടില്ല. കാരണം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു എന്താ പറയാ ഒരു ആഗ്രഹം. അതെ, ലക്ഷ്യം അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് അതായത് എഡ്യൂക്കേഷൻ നമുക്ക് എന്താ വെച്ചാല് പല കാര്യങ്ങൾക്കും നമുക്ക് എഡ്യൂക്കേഷൻ തടസ്സമാണ്. നമ്മളെ പല എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഒരു നല്ലൊരു എന്താ പറയാ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോണ സമയത്ത് എഡ്യൂക്കേഷൻ ഒരു തടസ്സമായി നിൽക്കരുത് എന്നുള്ള ഒരു കാര്യം കൊണ്ട് പിന്നെ അങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ ഈ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഉദ്ദേശം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിനൊരു ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ എക്സാം ചെയ്തത് അങ്ങനെ ഒഴിവാക്കി. ഇനിയിപ്പോ എന്താ പറയാ, ഒരു ക്വാളിഫിക്കേഷൻ കൂടുന്തോറും നമ്മുടെ ലക്ഷ്യം എന്താ പറയാ കുറച്ച് ആഡ് ഓൺസ് വരട്ടെ, ലക്ഷ്യങ്ങൾ വരട്ടെ. അതായത് ഒരുപാട് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരുപാടുണ്ട്. അത് ഒക്കെ ഇൻഷാ അല്ലാഹ് ശരിയാവട്ടെ. അങ്ങനെ അതായത് ഓക്കെ. പിന്നെ വൈഫും പഠിക്കുന്നുണ്ട്. വൈഫ് ലേണേഴ്സ് വഴി തന്നെ BA സോഷ്യോളജി ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ കുറിച്ച് അറിയാം, ഓൾറെഡി അറിയാം അല്ലേ? ഞാൻ എന്ത് സംഭവിച്ചാല് എനിക്ക് വേറെ ആപ്ലിക്കേഷൻ ഞാൻ ഒരുപാട് കുറച്ചു മുമ്പ് ഇതേപോലെ വാട്സപ്പില് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് വേറൊരു കോഴ്സ് അന്വേഷിക്കുന്നു. ഞാൻ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അതായത് സൗദി അറേബ്യയിൽ എക്സാം ഒക്കെ എഴുതാൻ പറ്റുമോ എന്നുള്ള, നമ്മൾ വെറുതെ ചേർന്നിട്ട് കാര്യമില്ലല്ലോ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എന്താ പറയാ ഒരു മെന്റർ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു വഴിയിലെത്തും. മറ്റത് നമ്മൾ വെറുതെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യും, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ചെയ്യില്ല, അങ്ങനെ ഒഴിവാക്കും. അപ്പൊ അത് വേണ്ട. ഇതിപ്പോ ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി ഈ ലേണേഴ്സ്. ഇത് കുറച്ച് മുമ്പ് ഈ ലേണേഴ്സ് ശരിക്കും എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ വർഷമാണ് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏകദേശം +2 കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ഈ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൗദി അറേബ്യ ഏകദേശം 23 വയസ്സിലാണ് ഇവിടെ എത്തുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ ഇന്ന് മുതൽ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയായിരിക്കും നല്ലത്. അതെ. പിന്നെ അതെ, നല്ല അതായത് ഫോളോ അപ്പും ഉണ്ട്. ഈ അതായത് ഈ മെന്ററും ഒക്കെ നല്ല ഫോളോ അപ്പും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ഓക്കെ. നെക്സ്റ്റ് സഫീർ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് സഫീറാണ്. എന്റെ പേര് സഫീർ എന്നാണ്. ഞാൻ സൗദി അറേബ്യയിലാണ്. നേരത്തെ രണ്ടുപേര് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്തോഷം സൗദി അറേബ്യ ഉള്ളവരും ഇവിടെ ഉണ്ടായെന്ന് അറിഞ്ഞ സന്തോഷം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. നാട്ടിൽ കൊല്ലമാണ്. ഇവിടെ ഏതാണ്ട് ഒരു 14 വർഷത്തോളമായി. ഇപ്പം HR റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാട്ടില് തൃശ്ശൂർ, കോഴിക്കോടൊക്കെ ഒരുപാട് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, എനിക്ക് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ആർട്സ് ചെയ്യാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുഞ്ഞു കോഴ്സുകളൊക്കെ ഞാൻ പോയി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ വലിയ ആംബിഷൻ ആയിരുന്നു ഇന്റീരിയർ ഡിസൈൻ. ഞാൻ ക്രൈസ്റ്റ് കോളേജ് തൃശ്ശൂരിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്തു. അത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ കുറച്ച് ഫാദറിന് ഇവിടെ സ്വാധീനം ഉണ്ടായിരുന്നു 20 വർഷം. അപ്പൊ പുള്ളിക്ക് കുറച്ചൊരു അസുഖമായിട്ട് നാട്ടിൽ വരികയും അവിടെ വെച്ച് ഇവരുടെ സ്പോൺസറൊക്കെ അവിടെ വരിക, അവരോട് മീറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ഒരു പ്രഷറിൽ ഞാൻ തിരിച്ച് ഇവിടെ വരേണ്ടി വന്നു. അങ്ങനെ സെറ്റിൽ ആയതാണ് ഞാൻ. ഇപ്പം BBA ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് MBA ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
പിന്നെ നമ്മൾ പ്രൊഫഷണൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പം ഒരുപാട് കമ്പനികളും ഒരുപാട് ആൾക്കാരും നമ്മൾ ഡെയിലി മീറ്റിംഗ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ആദ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ആണ് നമ്മളെ കുറച്ച് ആക്കിയെടുക്കുന്നത് ഈ ഒരു ലെവലിലെത്തി. അപ്പോഴത്തേക്ക് നമുക്കൊരു BBA ചെയ്തൊരു MBA ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വൈഫ് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം ഇതിന്റെ ഒരു കുറവ് ഞാനത് നികത്തിയിട്ടുണ്ടായിരുന്നു, വിവാഹാലോചന നികത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് വൈഫാണ് എൻ്റെത്. പക്ഷെ അവൾ വർക്ക് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ ടീച്ചറാണ്. ഇതൊക്കെയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇത് ഇപ്പോ അക്കാഡമിക് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ എങ്ങനെയാണ്? നല്ലപോലെ പോവാൻ പറ്റുന്നുണ്ടോ? ടൈം കുറച്ച് പ്രശ്നമാണ്. നമ്മൾ അത്യാവശ്യം കുറച്ച് തിരക്കായത് കൊണ്ട് ചിലപ്പോൾ ഞാൻ 12 മണി, ചിലപ്പോൾ 12:30 ഒക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും ഒരു വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ കുറച്ച് ചലഞ്ചിങ് ആണ്. എന്നാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ, ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടാർഗറ്റ് പറ്റുന്നത്. കൊടുക്കേണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ഒന്നും ചോദിക്കുകയാണ്. എന്താണ് ഒരു യുണീക്നെസ് ഉള്ളത്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന തരത്തിൽ എന്ത് യുണീക്നെസ് ആണുള്ളത്? എനിക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്ന വർക്ക്, എനിക്ക് ടാസ്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ അത് പോയി കംപ്ലീറ്റ് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ 100% നമ്മൾ കമ്മിറ്റ്മെന്റ്, അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ്, ഇപ്പൊ വലിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അത് പോയി ഇൻവോൾവ് ചെയ്യും. എന്നിട്ട് അത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തും. അത് എനിക്ക് ഭയങ്കര രസമാണ്. എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കര രസമാണ്. എവിടെയെങ്കിലും സ്റ്റക്ക്, എന്ത് ഇഷ്യൂസ് ആണെങ്കിലും എവിടെയെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും, ഏതെങ്കിലും രീതിയിലും. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ 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 അങ്ങനെ എന്താ പറയാ, സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി ആരെങ്കിലും? നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിം ആയാലോ? എന്നിട്ട് ബാക്കിയുള്ളവർ കളിക്കാം. അതെ അതെ, എന്നാ അങ്ങനെ ചെയ്യാം. കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ആയില്ലേ, ഒരു ഗെയിം ഒന്ന് കഴിഞ്ഞിട്ടേ ഗെയിം കളിക്കാം. ചിലർ ക്യാമറ ഓൺ ആക്കാതിരിക്കുന്നു, ചിലർ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. ഇപ്പോഴും എന്താണ്, ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തവർക്ക് ഒരു ഫ്രീ മൈൻഡ് ആയി കാണും. ബാക്കിയുള്ളവർ ഇനിയും പതുങ്ങി മാറി ഇരിപ്പുണ്ട്. അപ്പൊ അവർക്ക് ഒന്ന് ഉണർന്നു വരട്ടെ, നമുക്കൊരു ഗെയിം വിട്ടു കൊടുക്കാം അല്ലേ? പിന്നെ ഞങ്ങൾ വീണ്ടും റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നല്ല ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ മാത്രമാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. ആരും സീരിയസ് ആയിട്ട് എന്തോ വലിയൊരു ടാസ്ക് ബിസിനസ് മൈൻഡിലോ അവരുടെ ജോലി മനസ്സും അത്രയും ഗൗരവത്തിലൊന്നും ഇരിക്കണ്ട. നമ്മളൊരു സ്കൂളായിട്ട് കുറച്ച് പുറമോട്ട് പോവാ. നമ്മള് ഏജ് ഒന്ന് താഴോട്ട് പോയിക്കോട്ടെ കേട്ടോ. സ്കൂൾ മൈൻഡും ഒരു കോളേജ് മൈൻഡ് ആ രീതിയിൽ കണ്ടാ മതി കേട്ടോ. നമുക്ക് ആദ്യം ഇവർക്കൊരു എന്താ പറയാ, സിനിമാ ലോകത്തിലേക്ക് എത്തിക്കാം ഇവരെ, അല്ലെ സ്നേഹ മാം? അതാവുമ്പോ എല്ലാവർക്കും പെട്ടെന്നൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അത് മതി. അതെ അതെ അതെ. നമ്മളിവിടെ കുറച്ച് നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്ലിപ്പിംഗ് കിട്ടുന്നേ ഉള്ളൂ. ഈ സിനിമയിൽ നിങ്ങൾക്ക് അറിയാൻ ഗസ് ചെയ്ത് പറയുന്ന ഒരു സംഗതിയാണ്. പറഞ്ഞോളൂ സ്നേഹ. എന്തെങ്കിലും ക്ലൂസ് ആയിരിക്കും, പിക്ചേഴ്സ് ആയിരിക്കും, എന്തെങ്കിലും കുറച്ച് ഹിന്റ്സ് നമ്മൾ തരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ മൂവി നെയിം എന്താന്ന് ഗസ് ചെയ്യുക. സിമ്പിൾ ഗെയിംസ്. മൂവി ഇല്ല, ഇനി വരുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഗൗരവത്തിലാണല്ലോ ഭഗവാൻ എല്ലാവരും. ഇത്ര ഗൗരവം വേണ്ട. അസീന ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അല്ല, ആദ്യം ആൻസർ പറഞ്ഞത് സാംസങ് SM എന്ന് പറഞ്ഞിരിക്കുന്ന അതിൽ നിന്നാണ്, അക്കൗണ്ടിൽ നിന്നാണ്. പേര് വ്യക്തമല്ല. ആളുടെ പേരൊന്ന് റീനെയിം ചെയ്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. സാംസങ് SM എന്ന്. ഓക്കെ, ഇനി ഓപ്ഷൻസോളം നിങ്ങൾ ഓപ്ഷൻസോൾ പറയൂട്ടാ. രസകരമായിട്ടുള്ള ഓപ്ഷൻസോളും വരട്ടെ. അതാണല്ലോ നമുക്കൊരു ഫൺ എലമെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കറക്റ്റ് വേറിട്ട് തന്നെ ആൻസറിലോട്ട് പോകുമ്പോ എന്ത് രസമുള്ളത്. അപ്പൊ രസകരമായിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ തോട്ടിൽ എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ആൻസേഴ്സും പറയാം. നമുക്ക് ഒരു ക്വിസോ ഒന്നും അല്ലല്ലോ. നമുക്ക് എന്ത് ആൻസേഴ്സും പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആൻസർ നോക്കാം. ഇരുവട്ടം മണവാട്ടി. രണ്ടുപേര് ഇരുവട്ടം 2 ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇരുവട്ടം മണവാട്ടി ആൻസർ കറക്റ്റ് ആണ് കേട്ടോ.
നിങ്ങൾക്ക് റിയാക്ഷൻസ് ഒക്കെ ഇടാൻ കേട്ടോ. നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആണ് അതെ. കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ക്ലാപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് റിയാക്ഷൻസ് ഇടാവേ. വീട്ടില് മക്കളുണ്ടെങ്കിൽ മക്കളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കേട്ടോ. എന്ന് വെച്ചാൽ അവർക്കൊരു അവർക്കൊക്കെ ഇഷ്ടമുള്ള പെട്ടെന്ന് സംഗതിയാണ്. മനസ്സിലാകും. പൂമരം. പൂമരം. ആ, ആ അടുത്തത് ഓപ്ഷൻ 3. പൂമരം. ഉം. പൂമരം. എന്നിട്ടും പൂമരം. പറയാത്തവരുണ്ടല്ലോ. പൂമരം. 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 നോക്കാല്ലേ പൂമരം. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത്. യെസ്. വെറൈറ്റി ആൻസേഴ്സ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. മേരിക്കൊണ്ടൊരു എന്റെ കുഞ്ഞാട്. അമ്മേ ആരാണത്? ഇതാരോ അസീന. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. മേരിക്കുണ്ട്. ക്ലിപ്പിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ആൻസർ വന്നു. സൂപ്പർ. സഫീർ. അടിപൊളി. അടിപൊളി. ആ, ഓക്കെ നെക്സ്റ്റ്. ഇത് വേഗം പറയൂ, ഹണി വേഗം ബി. പറയൂ. ഹണിബി. ഹണിബി. ഹണീബി. ഹണിബി. ആ ഊലെ ഹണിബി ബ്രാൻഡ് തന്നെയാ. ആയതുകൊണ്ടായിരിക്കാം. അതല്ല, അസീന സ്കോർ ചെയ്യുന്ന തോന്നുന്നത്. മോസ്റ്റ് ആൻസേഴ്സും പറയുന്നുണ്ട്. അതെ 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 അതെ. അസീന ആയിരുന്നു തുടക്കട്ടത്. എനിക്ക് തോന്നുന്നു അസീന തന്നെ ഇത് ഈ സെഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചേക്കാൻ തോന്നുന്നു. സേഹാലോട്ടു എനിക്ക് ഞാനിങ്ങ് വലിയ എടുക്കുവാന്ന് അസീന. ഞാനിങ്ങ് എടുക്കുവാ. അല്ല, എനിക്ക് തന്നേക്ക്. തൃശ്ശൂരിങ് എടുക്കുവാണ്. അതെ, അസീന തൃശ്ശൂർകാരിയാണ് താനും. കൊടുങ്ങല്ലൂരാണെന്നല്ലേ പറഞ്ഞേ? അതെ അതെ, തൃശ്ശൂർക്കാരി തന്നെ. ഷിറ്റാക്സി. ഒരു ക്ലൂ കിട്ടി കഴിയുമ്പോ അത് വെച്ചിട്ടങ്ങ് ബാക്കി നോക്കുന്നു. അതെ അതെ അതെ. ആണോ? ഷീ ടാക്സി ആണോ? ഉറപ്പിക്കാമോ? അതന്നെ. ഷിറ്റാക്സി ആണോ? ആണ്. അത്രയും കോൺഫിഡൻസിൽ അവരിയ്ക്കുന്നത്. പിന്നെ നമ്മളായിട്ട് എന്തിനാ ഓരോ കോൺഫിഡൻസ് കളയണേ? തീർക്കാൻ പോകുന്നത്. മങ്കിപ്പൻ. എന്തായിരുന്നു ഫുൾ നെയിം? ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ. ഓ, പുതിയ പുതിയ മോഹങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടു ഞാൻ. സുജിത്തിന്റെ വീട്ടില് 3 മക്കളുണ്ടെന്നല്ലേ പറഞ്ഞേ? അവരൊക്കെ വിളിച്ചിരുത്തു. കുറച്ച് ഓളുണ്ടായി. എന്നിട്ട് വേണം മീറ്റിംഗ് കൊളാക്കാൻ. ഇപ്പോഴുള്ള സമാധാനം പോരായിട്ടാണോ? ഇല്ല, നമുക്ക് ഗെയിം എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സെഷനിലേ ഉള്ളൂ നമുക്ക് അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. തോന്നുന്നു സുജിത്ത് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി എന്തോ മീറ്റിംഗ് ഞാൻ ഡോർ അടിച്ചിട്ടാണ് ഇരിക്കണത്. അവരിവിടെ കൊണ്ട് വന്നിട്ട് ഇല്ല, കുഴപ്പമില്ല. രാഗിമ തന്നെത്താൻ ഇപ്പൊ വിളിച്ചോളൂ അല്ലേ? ഇനി വേറെ ഓപ്ഷൻസ് എന്തെങ്കിലും? ഗദാമ തന്നെയാണോ? ദൈവമേ, ഇവർക്ക് എന്തൊരു കോൺഫിഡൻസ് ആണത്. സ്കോർ ചെയ്ത് തുടങ്ങി. ഗദാമ. അടുത്തത് അയ്യോ, വേഗം വരൂ. മണിച്ചിത്രത്താഴ്. സൂപ്പർ ആണല്ലേ? മണിച്ചിത്രത്താഴാണോ? അവരെ ഉറപ്പിച്ചു. നമ്മളിനി ഉറപ്പിക്കാനൊന്നും ഇല്ല തോന്നുന്നു. അതെ അതെ അതെ. അച്ഛൻ. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. ഫാത്തിമ റിസ്ക് എടുത്ത് റിട്ടേൺ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. അതാരായിരുന്നു? ഞാൻ പേര് പറഞ്ഞു. എനിക്ക് സാംസങ് മാത്രം കാണുന്നോണ്ടേ. കുറച്ച് ഉറക്കെ പറഞ്ഞോളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതില് ഭയങ്കര പാണ്ഡിത്യാണ് എല്ലാവർക്കും. ഞാന് കുറച്ച് കുറവാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല, പറഞ്ഞു വരാൻ സമയം കിട്ടുന്നില്ലെന്നായിരിക്കും. അതെ 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 അതെ. ഇതില് PhD എടുത്ത ആൾക്കാരൊക്കെ ഇതില് കോമ്പറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ്. ഇതിന്റെ ആൻസർ അതന്നെയാണ്, കറക്റ്റ് ആണ്. സ്ലൈഡ് വരണ്ട, അതിനു മുമ്പേ ഇങ്ങനെ ആൻസേഴ്സ് ഇങ്ങനെ പോരുവാണല്ലോ മാം. ഇതിന് പ്രത്യേകം എഴുതി പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ വരച്ച് പഠിച്ചോ? അല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് ഇവര് PhD എടുത്തിട്ടാണോ ഇറങ്ങിയെന്ന് ഡൗട്ടാ. നമ്മൾ ഇന്നലത്തെ സെഷനിൽ പറഞ്ഞ പോലെ എന്തായിരിക്കും ഗെയിം എന്നേ ഇവർ അറിഞ്ഞു വന്നത് പോലുണ്ട്. അല്ല സ്നേഹം, നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയണേ, ഇതൊക്കെ പഠിപ്പിലും കാണണം. നമ്മുടെ കാരണവന്മാര് പറയുന്ന പോലെ പഠിപ്പിലും മുന്നോട്ട് ഇത് പ്രതീക്ഷിച്ചോളുന്നു. അതെ.
പുലിവാൽ കല്യാണം. സ്ലൈഡ് മാറ്റാൻ ഒരു ഗ്യാപ്പ് പോലും തരുന്നില്ലല്ലോ നീ. ആണോ സുജിത്ത്? ഇത് പുലിവാൽ കല്യാണം തന്നെയാണോ? ആയിരിക്കും, കണ്ടിട്ടതാണ് തോന്നുന്നത്. മലയാള അതിന്റെ സിനിമകളൊന്നും കാണില്ലേ? മൂന്ന് ഇത് ഭയങ്കര സിനിമകളൊന്നും കാണാറില്ല? കണ്ട് എല്ലാ ന്യൂ റിലീസും കണ്ടതാണ്. ഇപ്പം ഇനിയിപ്പോ കാണാൻ പെൻഡിങ് ഉള്ളത് ഈസ്ലർ മാത്രമേ ഉള്ളൂ. അതെയോ? അപ്ഡേറ്റഡ് ആണോ അപ്പൊ? 3 days ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. കറക്റ്റ് ആണോ പുലിവാൽ കല്യാണം? എന്റെ അമ്മേ, ലേഡീസ് ആണ് സ്കോർ ചെയ്യണേ. നിങ്ങൾ ബോയ്സ് ശബ്ദം ഉയർത്തി സംസാരിക്കൂ. ഇന്നലത്തെ സെഷനും ലേഡീസ് ആണ്. നിങ്ങൾ ആക്റ്റീവ് ആവോ? നോക്കാം. തെന്മാവിൻ കൊമ്പത്ത് തന്നെ. അച്ഛനുറങ്ങാത്ത വീട്. അമ്മേ, ഇതാരത്? ഫൗസിയാണോ? ഫൗസിയെ ഇതിങ്ങനെ ഇരുന്ന് പറയണ അസീന 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 അസീനയാണോ? അച്ഛനുറങ്ങാത്ത വീട്. അസീന രണ്ടും കൽപ്പിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അസീന ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആള്. ഇതിന്റെ ഇടയിലൊക്കെ ഇത് ഇങ്ങനെ റിമൈൻഡ് ചെയ്ത് വെക്കാൻ എങ്ങനെ സമയം കിട്ടുന്നാവോ? ആള് മാർക്കറ്റിംഗ് അല്ലേ, അപ്പൊ ഫുൾ ടൈം സംസാരിക്കും. അതന്നെ, ഇങ്ങനത്തെ ചിന്തകൾ കൂടുതൽ ഉണ്ടാവുമല്ലോ. അസീന ഇപ്പഴേ സ്റ്റാർ ആയി കഴിഞ്ഞത്. ആ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാട്ടോ നിങ്ങളുടെ വാച്ച് പറഞ്ഞ കേട്ടോ. അവർക്കൊന്ന് കണ്ടെടുക്കുന്നതിനും അസീന അവിടെ ആൻസർ അത് പറഞ്ഞ നെറ്റിൽ പറഞ്ഞത്. നേരത്തെ കണ്ടുപിടിച്ച് നടന്നു. ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ഷെയർ ചെയ്ത് കൊടുത്തു വരെ. അതൊന്നും വിളിച്ചു പറയല്ലേ. വീട് അസീന ബുക്കും പേനൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നു കേട്ടോ. അടുത്തത് നോക്കാനെ നമുക്ക് സ്ലൈഡ് ഇട്ടിട്ട് കുറച്ചു നേരം വരെ ടെൻഷൻ, എന്താ പറയാ, സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. അവർ ആക്റ്റീവ് അല്ലേ? അതെ അതെ അതെ. പഞ്ചാബി ഹൗസ്. എല്ലാരും ഭയങ്കര ഐക്യമാണല്ലോ, രക്ഷയില്ലല്ലോ ആൾക്കാരല്ലേ. വെറുതെ സിനിമ കണ്ടിട്ട് കൂടെ കാര്യമില്ല, ഓർമ്മയും കൂടെ വേണം. അതന്നെയാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ ഇത്രയും സിനിമ കണ്ടിട്ട് എനിക്കിതൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൾക്കാരുടെ ഭയങ്കര എനിക്ക് തോന്നുന്നു സുജിത്ത് കുട്ടികളെ കൊണ്ടിരുത്താത്തത് നന്നായി. കുട്ടികൾ നമ്മള് എന്തിനാ ഉള്ള വില കളയണത്? ഇപ്പൊ ഉള്ള ഇമേജ് ഇങ്ങനെ റിട്ടേൺ ചെയ്യണ നല്ലത്. അവര് പറയുന്നു അപ്പൊ എത്തിപ്പോ ഞങ്ങൾ ഇരുന്നോളാന്ന് പറയുവര്. പഞ്ചാബി ഹൗസ് ചോദ്യം ചോദിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ്. കാരണം ഇവര് ആൻസർ അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നോണ്ട് ആൻസറിന്റെ സ്ലൈഡ് കാണിക്കുമ്പോ നമുക്ക് സ്കിപ്പ് അതങ്ങനെ പോയേക്കാം. അവര് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്, പിന്നെ നമ്മള് പറയേണ്ട കാര്യമേ ഇല്ല. അതെ അതെ അതുപോലെ മേഘസന്ദേശം അല്ലാണ്ട് നമുക്കൊരു രക്ഷയില്ല. വേണ്ട, അടുത്ത സ്ലൈഡിന്റെ ആവശ്യം പോലും ഇല്ലെന്ന് തോന്നുന്നു. അതെ അതെ. നമുക്ക് അടുത്തേക്ക് പോവാം. വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്. എന്റെ വീടല്ലേ? അല്ല, അസീനക്ക് സിംഗിൾ ഒന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇച്ചിരി ഒന്ന് ചിന്തിക്കേണ്ട മാത്രമേ ഉള്ളൂ. അസീനയുടെ പെൺറാരാ? ഹിബ മാം ആണോ ദുർഗ മാം ആണോ? ഹിബ. ഇത് പഠിത്തത്തിൽ ഇത് ഇല്ലേ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറയണം. ചോദിച്ചോളൂ. ഞാൻ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണെന്നാ പറയുന്നത്. ഇല്ലാത്തോണ്ട് എനിക്കത് പറയാലോ. അല്ല, പഠിത്തം തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും ഉത്തരം കറക്റ്റ് ആയി. അസീന ചോദ്യം വരുമ്പോഴേക്കും ഈ സിംഹം ഇരേന കാണുമ്പോ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ച് ഫീൽഡ് ഏതാന്ന് നോക്ക് രാഗി മാം. മാർക്കറ്റിംഗ് ആണ്, ഞങ്ങളെല്ലാം അപ്ഡേറ്റ് ആണ്. അതുപോലെ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട വേറെ ഒരു ബ്രാഞ്ചും ഇല്ല. ഇതിലാരാ പറയുന്നേ ആദ്യം? ഒരു ഇച്ചിരി ടൈം എടുത്ത് ഇതിന് മാത്രമേ ഉള്ളൂ. നിന്നെയും കാത്ത് ആരാ പറഞ്ഞത് ആദ്യം? ഏറ്റവും ആദ്യം മുഹമ്മദ് റാഫി അല്ലേ പറഞ്ഞേ? ആണോ?
കേൾക്കാതിരുന്നൊരു സൗണ്ട് ആയിരുന്നു. ചന്ത വന്നേ അതെ ഫൗസിയ ഇതാണ്ട് ആള് വന്നു. അല്ലല്ല റാഫിയാന്ന് തോന്നുന്നു അല്ലേ? റാഫിയാണ് അതെ പറഞ്ഞത്. അതെ അതെ റാഫിയാണ്. അതെ 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 കേൾക്കാതിരുന്നൊരു സൗണ്ടാ, അതെയോ? ഇത്രയും നേരം കേൾക്കാതിരുന്നൊരു സൗണ്ട്. അല്ല ഞാന് വേറെ ഒരു ഞങ്ങൾക്കിടയിലും സ്ഥലത്ത് വരെ വന്നു, അത് കാരണം എനിക്ക് ഇഷ്ടം പറ്റിയില്ല. പിന്നെ ഞാന് പെട്ടെന്നൊന്ന് കുറച്ചു നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പൊ നമ്മള് തുടക്കം മൊബൈൽ കിട്ടാത്തത് ഫാസ്റ്റ് ക്ലോസ് കൊണ്ടാണ് ചെയ്ത് പോണ്ട, കുഴപ്പമുള്ളത്. ഇതുപോലത്തെ ഗെയിം ഇനി മുന്നോട്ടും ഉണ്ട്. റാഫിനെ അപ്പൊ ഞാനിങ്ങനെ അതിനെന്നെ നോക്കി. റാഫിയുടെ മുഖത്ത് ആ പുഞ്ചിരി കണ്ടില്ലേ? ആ പൂ വിരിഞ്ഞ ആ ഒരു പുഞ്ചിരിയാണ് റാഫിയുടെ മുഖത്ത്. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേ അല്ലെ? എനിവേ ഇത് കറക്റ്റ് അല്ലേ? ആൻസർ കറക്റ്റ് അല്ലേ? അസീനനെ ഈ ഒരു ക്വസ്റ്റ്യനിലെങ്കിലും അസീനനെ കടത്തി എന്താ വിട്ടു. പറയാ സറണ്ടർ നമ്മള് ചെയ്യിപ്പിച്ചു. എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. അതെ അതെ ശരിയാ, കഴിഞ്ഞു. ഈ ഒരു ഗെയിം നമ്മുടെ കഴിഞ്ഞു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നേ. ഇപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലേ നമ്മുടെ സെഷൻ എന്താന്ന്? ഇത്രേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ സെഷൻ ഉള്ളത്, അല്ലാതെ ഒരു ജസ്റ്റ് സീരിയസ് ആയിട്ടോ പ്രത്യേകിച്ച് ഈ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിരിക്കുന്ന ഒരു കാര്യമില്ല മക്കളെ. നമ്മൾ ജസ്റ്റ് കൂളായിട്ട് നമ്മള് ക്ലാസ്സിലിരുന്ന് ജസ്റ്റ് പറയുന്ന അത്ര രീതിയിൽ കാണുക. അടുത്ത ഇനി കേൾക്കാത്ത അടുത്ത നമുക്ക് ഇനി നമുക്ക് കുറച്ചു പേരുടെ ഇൻട്രോ കേൾക്കാം അല്ലെ? അവര് ഇത്രയും നേരം നമ്മുടെ ഗെയിംസും നമ്മളെയും കേട്ടിരുന്നു. ഇനി കുറച്ചു നേരം ഇനി അവര് നമുക്ക് ലിസണേഴ്സ് ആവാം. ആരാ വരുന്നേ? അതെ, ചോദിച്ചോളൂ. ലേൺ വൈസിനെ പറ്റിയാണ്. അപ്പോൾ ഈ ലേൺ വൈസ് എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? ഇതിനു മുന്നേ എത്ര ബാച്ചസ് ഔട്ടായി, എങ്ങനെയാണ് അവരുടെ റിസൾട്ട്, കാര്യങ്ങളുള്ള ജസ്റ്റ് ഒരു ഐഡിയാസ് തരികയാണെങ്കിൽ ന്യൂ കമേഴ്സിന് ഒരു അവയർനെസ് കിട്ടുമായിരുന്നു. എന്താണ് നമ്മൾ ലേൺ വൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് ഇപ്പോ ഒരു 2 വർഷം കഴിഞ്ഞു. ആക്ച്വലി നമ്മള് 21 സ്റ്റാർട്ട് ചെയ്താണ്. 21 സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് BBA ഇല്ലായിരുന്നു, BCom ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് ആണ്. നമുക്ക് നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഇത്രയും വർഷം ഓരോ വർഷം കഴിയുന്നവരെ നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് കൂടി വരുന്നത്. ഇപ്പൊ തന്നെ നോക്കാം, നമ്മള് റീസെന്റ് ആയിട്ടാണ് BBA സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് കൂടി കഴിഞ്ഞ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ലേൺ വൈസിനെ സെക്കൻഡ് ബാച്ച് ആണ് ലേൺ വൈസിനെ കുറിച്ച് പറയാനായിട്ട് വേറൊരു സെഷൻ നമ്മൾ അതാ നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇനി വരുന്ന സെഷനിൽ സീരിയസ് മാറ്റർ അല്ല, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അറിയാം. ലേൺ വൈസിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ മാത്രം വെച്ചിട്ടുണ്ട്. ഡൗട്ട്സ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മള് രണ്ടാം വർഷം കഴിഞ്ഞ് ഇപ്പൊ 4ാം വർഷത്തിലോട്ട് 3ാം വർഷത്തിലോട്ട് നമ്മൾ കടക്കുന്നു. ഇതുവരെ നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുട്ടികളായാലും പഠിച്ചിറങ്ങുന്നവരായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. കേക്കാം. എന്റെ പേര് ഫൗസിയ, എന്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്. ഞാൻ +2 കഴിഞ്ഞിപ്പോ 5 years ആയി. ഡിഗ്രി ചെയ്യണം എന്ന് ഒരു താല്പര്യമുണ്ട്. കുറച്ച് നാളുകൊണ്ട് ഉണ്ട്. അപ്പൊ മോളുണ്ട്, അതുകൊണ്ട് പറ്റില്ലായിരുന്നു. ഇപ്പോഴും എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് നോക്കണം എന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് BBA ചൂസ് ചെയ്തത്. തോന്നുന്നു ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ? ഓൺടർപ്രണേഴ്സ് ആവണം, അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം. തോന്നുന്നു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫീൽഡിലേക്കുള്ള ഒരു ആദ്യത്തെ പടി എന്ന രീതിയിലായെന്ന് തോന്നുന്നുണ്ട്. ഇവര് സ്വപ്നങ്ങളും അങ്ങനെ തന്നെയാണ് BBA തന്നെ ചൂസ് ചെയ്ത് വന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സിൽ? ഇന്നൊരു ഫേം തുടങ്ങണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴേ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് തുടങ്ങണം എന്ന് താല്പര്യമുണ്ട്. അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹം പറയുന്നുണ്ട്. അപ്പൊ അതിലോട്ട് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫൗസിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു യൂണീക്നെസ് ഉണ്ടോ ഫൗസിയക്ക്? അതായത് ഉണ്ടോന്നല്ല, എല്ലാവർക്കും ഓരോ വ്യക്തികളും മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പൊ ആ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം തന്നാല് അത് ഏറ്റവും നല്ല പോലെ ചെയ്ത് കാണിക്കണം എന്നൊരു കോൺഫിഡന്റ് ഉണ്ട്. അങ്ങനെ
ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു ഫൗസിയ. പിന്നെയുള്ള യാത്രകളും നല്ല രീതിയിൽ പോട്ടെ. ചെറിയ ബിസിനസ് തുടങ്ങി വലിയ രീതിയിൽ എത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റട്ടെ. അതെ. ഓക്കെ താങ്ക് യു. ഓക്കെ നെക്സ്റ്റ് അടുത്തതാരാ? ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എന്റെ പേര് റാഫി എന്നാണ്. ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്നാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ നമ്മള് ബിസിനസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ആഗ്രഹം BBA അങ്ങനെ വന്നതാണ്. പിന്നെ നാട്ടിലെവിടാണ്? നാട്ടില് മുക്കം, മലപ്പുറം. മലപ്പുറം. ബിസിനസ് തന്നെയാണോ? ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പൊ കറന്റ് ബിസിനസ് ആണോ? അല്ല, ബിസിനസ് ഇപ്പൊ 5 വർഷമായിട്ട് ബിസിനസ് ഉണ്ട്. അപ്പോ അങ്ങനെ ആയപ്പോഴാണ് ഇത് പഠിക്കാൻ ആഗ്രഹം. എന്താ പറയാ, നമ്മുടെ ഫേം വരുന്നത് പ്രിന്റിങ് ആണ്, ഡിസൈനിങ് അങ്ങനെ. റേഞ്ച് എന്ത് വോയിസ് ഇടയില് ബ്രേക്ക് ആവുന്നു തോന്നുന്നുണ്ട്. ഞാന് വണ്ടിന്റെ അകത്താണ്. ഞാനിപ്പോ കുറച്ച് ഡ്രൈവ് ചെയ്തോണ്ട്. ഓക്കെ താങ്ക് യു ട്ടോ. ഇനിയുള്ള ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഓക്കെ. താങ്ക് യു. അടുത്തതാരാ വരുന്നേ? ഇതേപോലെ ആക്റ്റീവ് ആയിട്ട് ചുറുചുറുക്കോട് കൂടി കടന്നു വരുന്നവരാരൊക്കെയാണ്? ആരാ വരുന്നേ? ഹായ്, ഞാൻ റൈഹാനയാണ്. റൈഹാന. ഓക്കെ. റൈഹാനക്ക് ക്യാമറ ഓൺ ചെയ്യാനായിട്ട് പോസിബിൾ ആണോ? നമുക്കൊന്ന് നിങ്ങളുടെ ബാച്ച് പറ്റില്ല. ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ, ഞാൻ ഹൗസ് വൈഫാണ്. +2 കഴിഞ്ഞതാണ്. ബിഫോർ 14 ഇയർ ആണ്. പിന്നെ മാരേജ് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പഠിക്കാനൊന്നും പറ്റും. അങ്ങനെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ജൂനിയർ ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റീജിയൻ സെന്ററിന്റെ ഇഷ്യൂ അങ്ങനെ ചെറിയ ചേഞ്ച് അങ്ങനെല്ലാം വന്നോണ്ട് പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന അങ്ങനെല്ലാം ഉണ്ട്. അത് ചെയ്യാൻ സമയത്താനൊന്നും പറ്റിയിട്ടില്ല ഡിസംബറിലത്തെ. അങ്ങനെ ഇപ്പോ ബാച്ച് മാറിയതാണ്, ഇതിലേക്ക് ജാനുവരി സെഷനിലേക്ക് മാറിയതാണ്. കാര്യമായിട്ട് പഠിത്തമൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞ 6 മന്ത്. നല്ല 3 കുട്ടികളുണ്ട് വീട്ടില്. എല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യണം. ആ ഒരു പ്രോബ്ലം എല്ലാം ഉണ്ട്. അങ്ങനെ +2 പഠിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നിന്നപ്പോ പിന്നെ ഇനിയിപ്പോ കുറച്ച് ഫ്രീ അങ്ങനെ ചെയ്യാലോ. കുട്ടികൾ വലുതായ പിന്നെ ഫ്രീ ആണല്ലോ. അങ്ങനെ ജോയിൻ ചെയ്തതാണ് ഇതില്. ഓക്കെ റൈഹാന, നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി ആരാ വരുന്നേ? ആരാ? വിളിക്കണോ? എന്റെ പേര് അൽ അമീന. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. എന്തോ? പറയോ. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഡിഗ്രി ഞാൻ ഓൾമോസ്റ്റ് 1.5 ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മാരേജ് ഒക്കെ ആയതുകൊണ്ട് എനിക്കത് നിർത്തേണ്ടി വന്നു. പിന്നെ വീണ്ടും ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി BBA എടുക്കുന്നത്. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? റൂമിലാണോ? റൂമിലാണ്. അതെയോ? എന്ത് ഞാൻ റൈഹാനയുടെ അടുത്ത് ചോദിച്ചോട്ടെ. കുറച്ച് 2 പേരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൈഹാനോട് ചോദിക്കട്ടെ. റൈഹാനയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു. ഹലോ. അൽമീനയോട് ചോദിച്ചു കഴിഞ്ഞാൽ അൽമീനയ്ക്ക് എന്താണ് ഒരു പ്ലസ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? പ്ലസ് പോയിന്റ്സ് എനിക്ക് എങ്ങനെയെങ്കിലും
BBA കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഓക്കെ മാത്രമായിട്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഓക്കെ എങ്ങനെയും ഒരു ഡിഗ്രി BBA എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാന്? പോയത് വീണ്ടും തിരിച്ചെടുക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്, അതുകൊണ്ട്. ഓക്കെ കഠിനമായിട്ട് പ്രയത്നിക്കുക കേട്ടോ, ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ എല്ലാരും ആ കൂടെ സപ്പോർട്ടിന് കാണും. ആ താങ്ക് യു. ഓക്കെ നല്ലവണ്ണം ആക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കാത്തൊന്നുമില്ലല്ലോ, നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ എടുക്കാവുന്നേ, പേടിക്കാനൊന്നുമില്ല. ആ നമുക്ക് എന്തായാലും താല്പര്യത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് വേണേലും അറ്റൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ദെൻ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ, മുമ്പ് നിന്ന പോലൊക്കെ തന്നെ ഗെയിമിൽ ആക്റ്റീവായിട്ട് നിന്നോണേ. ആ ഓക്കെ ഓക്കെ. ഓക്കെ നെക്സ്റ്റ് ആരാണ്? ഹലോ, കേക്കാം? കേൾക്കാം. നെക്സ്റ്റ് ആ, എന്റെ പേര് ജെയിംസ്. ഞാൻ ജെയിംസ്. ഇപ്പം ഓക്കെ ഞാൻ ദുബായിലാണ് ഇപ്പം. എന്റെ നാട്ടില് പത്തനംതിട്ട. ആ ഞാൻ 2005-2008 ഡിഗ്രി ചെയ്തായിരുന്നു BSc കെമിസ്ട്രി. പക്ഷെ അത് ആ കുറച്ച് സബ്ജക്റ്റ് കിട്ടാനുണ്ട്. അത് പിന്നെ ലാസ്റ്റ് ഇത് ചെയ്യാൻ പറ്റിയില്ല. ഓ അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടെ ഡിഗ്രി ചെയ്യാന്ന് വിചാരിച്ചു. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് പറയുന്നത് അവള് കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ ചോദിക്കാം അപ്പനെ ഡിഗ്രി ഇല്ലേ ചോദിക്കാം, അതുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പൊ നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാ മക്കള് വലുതാവും തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസുകൾ കൂടെ ഉള്ളു. അപ്പൊ നമ്മള് ചോദിക്കും അവര് വലുതാവുമ്പോ പഠിക്കാലോന്ന് ഇരിക്കുമ്പോ അത് ഇപ്പൊ നടക്കണേ നടക്കുള്ളൂ. അവര് വലുതാവും തോറും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കൂടും, ടൈമും കുറയും. കൊച്ചു വലുതാവുന്നതിന് 3 വർഷം ഡിഗ്രി കഴിയണം എങ്ങനെയെങ്കിലും. മക്കൾക്ക് വേണ്ടി ഇപ്പം കൊച്ചിന് 2 വയസ്സുണ്ട്. അവര് വൈഫുണ്ട്, MSc നേഴ്സാണ്. പിന്നെ ഞാനുമാണ്. അതെയോ? എന്താണ് ഒരു യൂണീക്നെസ് പറയാനുള്ള ജെയിംസിന്റെ? ഒന്നുമില്ല. സത്യം പറയാൻ ഒരു യൂണിക്നെസ് ഇല്ല, നല്ല ഉഴപ്പനാണ്. ഇതിങ്ങനെ കാണിക്കുമ്പോ ഇവിടെ എന്തോ ഉമ്മൻചാണ്ടി കാണിക്കുന്ന ഒരു ആക്ഷൻ വരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ നല്ല നാട്ടുകാരനാണ്. ഉഴപ്പനാന്ന് തന്നെത്താനെ പറഞ്ഞു. അതന്നല്ലേ പിള്ളേർക്ക് വേണ്ടി ഇപ്പം എടുക്കാന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടുകാരൻ ഉമ്മൻചാണ്ടി, അതുകൊണ്ടായിരിക്കും. ആ ഒരു പെട്ടെന്ന് കാണിച്ചപ്പോ ഉമ്മൻചാണ്ടി കാണിക്കുന്ന പോലെ ഇങ്ങനെ ഷോൾഡർ ആക്കിട്ടെ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു യൂണിക്നെസ്സും ഇല്ല. ഞങ്ങളുടെ എനിക്ക് ഭാര്യ ഒന്നും പറയാറില്ലേ, വൈഫ് ഒന്നും പറയാറില്ലേ, എന്റെ ജെയിംസ് ഏട്ടാ എന്ന് പറഞ്ഞിട്ടൊന്നും പറയാറില്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പൊ പറഞ്ഞത്. ഒന്ന് പോയി ഡിഗ്രി എടുക്കൂ. ഡിഗ്രി ജയിച്ചില്ലെങ്കിൽ മിക്കവാറും ഞാൻ ഇറങ്ങി കൊടുക്കേണ്ട വരുമോ? ഇറക്കി വിടുമോ ഇറങ്ങി കൊടുക്കണോ? ഭാര്യയുടെ മക്കളുടെ ഇത്രയും പ്രഷറാണ്. അത്രയുള്ള പെണ്ണുങ്ങളുടെ MSc ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. ഓക്കെ, അങ്ങനെയാണ്. യൂണിക്നെസ് ഒന്നും വേണ്ട. ഇത്ര നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? കാരണം ആളും നല്ല ഹ്യൂമർ സെൻസ് ആണെന്ന് തോന്നുന്നു, ഇല്ലേ? നല്ല രീതിയിൽ ആക്ട് ചെയ്തു. ജെയിംസിനെ ആദ്യം കണ്ടപ്പോ ഇങ്ങനെയൊന്നും വിചാരിച്ചേ ഇല്ല, പക്ഷെ ആള് പറഞ്ഞു വന്നപ്പോ സൂപ്പർ ആണല്ലേ. അപ്പം ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇത് തന്നെയാണ് തോന്നുന്നു ജെയിംസിന്റെ യൂണീക്നെസ്സും. ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കുക. അതാ തോന്നുന്നു ഭാര്യ ഇത്തിരി സീരിയസ് ആക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ പറ്റണേ. ഏയ് അങ്ങനൊന്നുമില്ല. എനിവേ ഭാര്യയും കൂടി എടുത്തിട്ട് ഒരു സെഷൻ നടത്തി കഴിഞ്ഞാൽ ഞാൻ അറിയാം ശരിക്കുമുള്ള അവസ്ഥ എന്താണെന്ന്. ഫഹീസ് ഇട്ടേക്കാണ്, യുണീക്നെസ് ഇല്ലാത്തതാണ് സാറേ ഇയാളുടെ യുണീക്നെസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി യുണീക്നെസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട്. സംസാരത്തിൽ അങ്ങനെ തോന്നുന്നു. ഇപ്പൊ ആകെ 2 സെക്കൻഡേ സംസാരിച്ചുള്ളൂ. പെട്ടെന്ന് ഈ ഒരു ബാച്ചിന്റെ ഇടയിൽ ഒന്ന് മനസ്സിൽ കയറി പറ്റി ജെയിംസ്. അത് ഞങ്ങളുടെ നാട്ടിലെല്ലാരും ഇങ്ങനെ. അടുത്ത കോള് നാടേതാ? പത്തനംതിട്ടയല്ലേ പറഞ്ഞത്? തിരുവല്ല പത്തനംതിട്ട ജില്ലയാണ്. ഉമ്മൻചാണ്ടി കോട്ടയം. ഞങ്ങള് പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും ബോർഡർ. ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചു ഉമ്മൻചാണ്ടി എന്റെ നാട്ടുകാരനാണ് പറഞ്ഞു എന്നോടെ. എന്തേലും പറയണ്ടേ? നല്ല മാതിരി യുണീക്നെസ് ഉണ്ട് കേട്ടോ. എവിടെ പിടിച്ചു നിൽക്കും. സ്വന്തമായിട്ടില്ലെങ്കിലും ആൾക്കാരെ പിടിച്ച് യൂണിക്നെസ് കൊണ്ടുവരുവാണ്.
ഞങ്ങള് ഈശ്വര അല്ല പത്തനംതിട്ടക്കാര് കുറച്ചുപേരെങ്കിലും ആരും ഇല്ല, എല്ലാരും കണ്ണൂര്, ഞങ്ങള് കാസർഗോഡ്. ഇല്ല. പത്തനംതിട്ടക്കാരാ അല്ലേ? മല്ലപ്പള്ളിയാണ്. ആ ഓക്കെ. ഞാൻ പത്തനംതിട്ട റാന്നി. ആ ഓക്കെ റാന്നിക്കറിയാം. ഉം. ശരി ശരി. ഈശ്വര ഇപ്പൊ ദൈവമേ ഇപ്പൊ നമ്മളൊക്കെ ഔട്ടായോ? ഓക്കെ താങ്ക് യു ഓക്കെ ജെയിംസേ. ഓക്കെ താങ്ക് യു. ഒത്തിരി സന്തോഷം സംസാരിച്ചതില്. ശരി. ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിട്ടൊക്കെ ചെയ്യുമ്പോ പോയിട്ടുണ്ടല്ലോ. അതോ നിക് നെയിം ഇനി കിട്ടിയതാണോ ഹലോ ജെയിംസിന്? ആർക്കറിയാം? ഹലോ ആരാ ഇനി ആരാ? ആ നമ്മുടെ പൂമുഖ റാഫി. പടിയിലിന്റെയും കാത്ത്. ഓക്കെ, ഞാൻ എന്റെ സ്ഥലത്തല്ല, ഞാൻ വേറെയിടം വരെ വന്ന്. അപ്പൊ എന്നാലും ഞാൻ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാണ്. എന്റെ പേര് മുഹമ്മദ് റാഫി. ഞാൻ ഓൾറെഡി ഫാർമസിയാണ് വർക്ക് ചെയ്യുന്നത്, മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു ഇതും കൂടെ ഒരു ആഗ്രഹം. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനകത്ത് ജോയിൻ ചിരിക്കാതെ ചെയ്ത്. സംസാരിക്കാറില്ല എന്നാലും ക്ലാസ് ഒക്കെ കേട്ടിട്ട് വളരെ നല്ല ക്ലാസ് ആണ്. ഹലോ, പ്ലസ് പോയിന്റ് നമുക്ക് അത് തന്നെ പറയാം, ആ ഒരു സ്മൈൽ അല്ലേ? മുഖത്ത് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് ഈ ബിസിനസ്സുകാരുടെ ഒരു മൈൻഡ് അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ബിസിനസ്സിനകത്ത് വരുമ്പോ നിങ്ങളുടെ ഇവിടെ ഫിറ്റ് ചെയ്തേക്കാണ്. അല്ലല്ല, അതെ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ മുഖത്ത് ആ ഇതില്ല എന്നുള്ളെങ്കിൽ നമുക്ക് ഏത് പിടിച്ചിരിക്കാൻ സിറ്റുവേഷൻ പറ്റത്തില്ല. ആണെന്നുള്ളത് കസ്റ്റമർക്ക് അറിയേണ്ട കാര്യമില്ല. അവര് നോക്കുമ്പം അവർക്ക് എങ്ങനെ ഫേവറായിട്ട് നിൽക്കുന്നു, അതാണ്. ചിലപ്പോ നമുക്ക് പലവട്ടം ഇഷ്യൂ ഉള്ളപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കില്ല നിൽക്കുന്നത്. അവര് നോക്കുമ്പോൾ നമ്മൾ ചിരിച്ചോണ്ടില്ല. സർക്കസുകാരുടെ സെയിം രീതിയാണ്. എനിവേ, അപ്പൊ എന്നാലും വളരെ നല്ല ഇതാണ്. പിന്നെ സമയം തികയുന്നില്ലാന്നേ ഉള്ളൂ, എങ്കിലും ഇടയ്ക്ക് അത് നോക്കി ക്ലിയർ ചെയ്യണം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ച തന്നെ ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്യാനൊരു ഇതാണ്. പല സ്ഥലങ്ങളിലുള്ളതാണ്, പലരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ എല്ലാവർക്കും ഒരു കണക്ഷൻ ആകുമ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡൗട്ട് ക്ലിയറൻസിനോ എന്തായാലും എന്തെങ്കിലുമൊക്കെ അത് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. ഇനി വരുന്ന വൺസ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ മാസം ഒരു മന്ത്ലി മീറ്റിംഗ് പോലെയൊക്കെ വരും. ഓക്കെ 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 ശരി എന്നാ. ഓക്കെ എന്നാ. ഓക്കെ കേട്ടോ. അപ്പൊ ഞങ്ങൾ യൂണീക്നെസ് ചോദിക്കുന്നില്ല. ആ മുഖത്ത് തന്നെ യൂണീക്നെസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നില്ല. ഞങ്ങൾ തന്നെ പൂരിപ്പിച്ചെടുത്തിട്ടുണ്ട് അത്. ഒത്തിരി ശരി എന്നാ. സന്തോഷം. ഓക്കെ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഫാഹിസ്. ഹലോ ഫാഹിസ് ഓക്കെ, പറഞ്ഞോളൂ, കേക്കാം. എന്റെ പേര് ഫായിസ് മുഹമ്മദ്. ഞാന് ഇവിടെ കാലിക്കറ്റ് ഓമശ്ശേരിയാണ് സ്ഥലം. ഞാൻ നിലവില് ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് അതേപോലെ സ്കോൾ കാർവന്റെ DCA എന്ന് പറഞ്ഞ പ്രോഗ്രാമും കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ബിസിനസ്സിൽ ഒരു താല്പര്യം ഉണ്ടായിക്കൊണ്ട് ഒരു BBA ചെയ്തിടാന്ന് വിചാരിച്ച്. അതേപോലെ ഗ്രാജുവേഷന് ഇപ്പം മസ്റ്റ് ആണല്ലോ. എവിടെ ഇന്റർവ്യൂ പോയാലും ക്വാളിഫിക്കേഷന് ITI ഉണ്ടെങ്കിലും അവർ ചോദിക്കുന്നുണ്ട്, ഡിഗ്രി ചോദിക്കുന്നുണ്ട്. എന്താ മനസ്സിലെടുക്കണ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഐഡിയ? എന്താ തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് എന്തെങ്കിലും ഐഡിയ വന്നിട്ടുണ്ടോ? അങ്ങനെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ വന്നാണ്, നോട്ട് ചെയ്ത് വെച്ചാണ്. ശരി, സസ്പെൻസാ, പറയില്ല അത്ര. ഇവിടെ കുറെ പേര് ബിസിനസ് നോക്കി നടക്കുന്നുണ്ട്. അവരൊക്കെ എന്റെ ഐഡിയ കോപ്പി അടിച്ചാലോന്ന്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, എനിക്ക് ചെറുപ്പത്തിലെ ഈ സാധനം എടുത്ത് മറച്ചു വെക്കുന്ന ഒരു ഹോബിയാണ് എന്റെ. സൈക്കിൾ അപ്പൊ നിലവില് നാട്ടിൽ ഇപ്പൊ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട് ഫാദറും ഞാനും. അപ്പം സാധാരണ സൂപ്പർ മാർക്കറ്റ് അരി, പഞ്ചസാര, ബിസ്ക്കറ്റ് ഒക്കെ കിട്ടുക. ഞങ്ങളെ ഷോപ്പില് ഉള്ള ഫർണിച്ചർ അടക്കം ഞാൻ വെക്കാറുണ്ട്, ലാഭം കിട്ടിയാല്. ആളിങ്ങനെ ഇരുന്നാലും ആള് വലിയ വലിയ ആശയങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് കേട്ടോ. കച്ചവടം കണ്ടു പഠിച്ച് ഇപ്പം എങ്ങനെയും മറച്ചു വെക്കണം എന്നുള്ള രീതി. അതെ. ഓക്കെ. അതേപോലെ യാത്ര ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ ഈ വെക്കേഷനിലൊക്കെ ഫ്രീ ഉള്ളപ്പം ഇലക്ട്രിക് വണ്ടി ഉണ്ട്, അതുപോലെ ബാംഗ്ലൂര്, കോയമ്പത്തൂര് ഇവിടെയൊക്കെ പോയിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പർച്ചേസ് ചെയ്യാന്. ഇപ്പൊ എന്റെ യാത്രയിൽ എനിക്ക് മനസ്സിലായത് ഏതൊരാൾക്കും ചീപ്പായിട്ട് സാധനം കിട്ടും, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ. അത് മാർക്കറ്റ് ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാന്ന. അപ്പം ഫാഹിസ് ബിസിനസിന്റെ കുറെ മേഖലകൾ ഒരുവിധം ക്യാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇനി എല്ലാം അപ്ലൈ ചെയ്യേണ്ട ഒരു ഇതേ ഉള്ളൂ.
എവിടെ പോകുമ്പോഴും ചെറുങ്ങനെ സാമ്പിൾ എടുത്ത് കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി പോയപ്പോ കുറച്ച് സൺഗ്ലാസും ഒക്കെ സാമ്പിൾ എടുത്ത് കൊണ്ടുവന്ന് തിരിച്ച് ട്രെയിനിന്ന് കുറച്ച് മറിച്ച് വെച്ചു. കാര്യമായിട്ടാണ്. ഓക്കെ ഫാഹിസ്, ഇനി ബിസിനസ്സും അല്ലെങ്കിൽ ആ ഫ്യൂച്ചറിൽ എന്തൊക്കെ ബിസിനസ്സുകളാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നല്ല രീതിയിൽ സക്സസ് ആകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇനി അത് മാത്രമല്ല, മുന്നോട്ടുള്ള ഗെയിംസിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ. ഇങ്ങനെ എങ്ങനെയോ BBA എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച പോലല്ല, നല്ല ആക്റ്റീവായിട്ട് BBAയിലും നിൽക്കുക, ഞങ്ങളുടെ ഗെയിംസിലും നിൽക്കുക കേട്ടോ. ഞാനിപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾക്ക് എന്റെ നെറ്റ്വർക്കിന് ഒരു ഇഷ്യൂ ആയി. പിന്നെ ഞാനിപ്പം വേറെ ഒരാളെ ഹോട്ട്സ്പോട്ടിലാണ് ഇപ്പൊ നോക്കുന്നത്. കുഴപ്പമില്ല, മറിച്ചെടുത്തു, വീണ്ടും മറിച്ചെടുത്തു. തിരിച്ചു മറിച്ചു. മറ്റൊരാളുടെ ഹോട്ട്സ്പോട്ട് എടുത്തു. ഫോൺ ഇപ്പൊ എടുത്ത് മറിച്ച് വിറ്റാണ് ജേർണലിസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി. ദൈവമേ, ഇനി എപ്പോഴാണാവോ നമ്മളെ മറിച്ചിടുക. ഓക്കെ, താങ്ക് യു ട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഗെയിം നോക്കിയാലോ? ഒരു ഗെയിം നോക്കാം. ചിലപ്പം ഇവരൊന്ന് ഒരു ആക്റ്റീവ് ആകാൻ നമ്മൾ ഒരു ഗെയിം ഇട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതെ, മാം വന്നവർക്ക് ഒന്നുകൂടെ വരാൻ പറ്റുമോ മാം? വന്നവർക്ക് വരാൻ അവസരമുണ്ട് ലാസ്റ്റില്. വരാത്തവർ ഓടി വരാനുള്ള അവസരമുണ്ട്. ഒത്തിരി സന്തോഷം. വീണ്ടും വരട്ടെ ചോദിക്കണവര്. വരാത്തവര് അത് കേട്ടോളൂ ഒട്ടാ കണ്ട. വന്നവര് വീണ്ടും വീണ്ടും അവസരങ്ങൾ ചോദിക്കണു. നമുക്ക് അടുത്തൊരു ഗെയിം ഇടാം. ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് പറയുമ്പോ നിങ്ങൾ പലരും പല നാടുകളിൽ ഇരിക്കുന്നവരാണ്. പല നാടുകളുടെയും പ്രത്യേകതകള് നിങ്ങൾക്ക് എന്താണ് ഷെയർ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ ഓർക്കാനും നാടിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പ്ലേസസുകൾ നമ്മൾ കാണിക്കും. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഗസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ എന്റെ നാട് എന്നുള്ള രീതിയിൽ വേഗം ആൻസർ പറയാനായിട്ട് നിങ്ങൾ വരണം കേട്ടോ. പറയില്ലേ? ഓക്കെ, ട്രൈ ചെയ്യാം. മൈക്കൊക്കെ ഓൺ ആക്കിയിരുന്നോ? പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ. നമ്മൾ ആദ്യം കാണിക്കുന്നത് കേരളത്തിലെ പ്ലേസുകളാണ്. സ്പോട്ടും കാണിക്കുന്നത് കേരളത്തിലെ ആയിരിക്കും. പ്രവാസികളായിട്ടുള്ള കുറെ പേര് ന്യൂസ് അടിച്ചിരിക്കട്ടെ. ഇതേതാണ് ഈ സ്ഥലം? ഇതേതോ പാലസോ മ്യൂസിയോ ഏതാന്ന്? ഇത് കൊല്ലത്തുള്ള മറ്റേ പാലസ് അല്ലേ? കൊട്ടാരാണ്. ഇത് കണ്ണൂരാണ്. നിങ്ങളിങ്ങനെ ബാക്ക് സൈഡ് ഒക്കെ കാണിച്ചു. അസീന് ടെൻഷനായി, അസീനിക്ക് സാഡായി, ഫീലിംഗ് സാഡ്. അസീനക്ക് ഏകദേശം അടുത്താന്ന് തോന്നുന്നില്ലേ? അസീനയുടെ അടുത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ബോൾഗാട്ടി പാലസ് ആണോ? നോക്കാം, നമുക്ക് ഇനിയും പല വെറൈറ്റി ആൻസേഴ്സ്. ബോൾഗാട്ടി പാലസ് ഇതല്ലല്ലോ. ഇതല്ല, ഇത് നിങ്ങൾ ബാക്ക് സൈഡ് അല്ലേ കാണിച്ചേക്കണേ? ബാക്ക് സൈഡ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയവർ കൺഫ്യൂഷൻ ആയോ? എന്തെങ്കിലും ഓപ്ഷൻസുകൾ ഉണ്ടോ? തലശ്ശേരിയാണോ? അങ്ങനെ തറവാടുള്ള ഒരു പോലെ എനിക്കൊരു സംശയം. തലശ്ശേരിയല്ല. അല്ല, ഓക്കെ. തെറ്റിക്കൊണ്ട് സാരമില്ല, എന്തെങ്കിലും പറയുക. ഒരു ഏകദേശ ഐഡിയ എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വെറുതെ മട്ടാഞ്ചേരി പാലസ്. ആരാണത്? അൽ അമീന. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം അല്ലെ? ഇവര് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന പോലെ മുഖത്ത്. അസീന ഭയങ്കര ഫീലിംഗ് സാഡ് വിത്ത് ഗെയിം എന്നായി. നോക്കാം നമുക്ക്. എല്ലാവരും നമ്മുടെ അൽ അമീനക്ക് ഒരു എന്താ പറയാ, ഒരു റിയാക്ഷൻ ഇട്ട് കൊടുത്തോളൂ. കൈയടിക്കുന്നുണ്ട് കേട്ടോ. അടുത്തേക്ക് പോവാ. വടക്കുനാഥൻ ടെമ്പിൾ. അത് അയൽവാസി നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം.
ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും ഇല്ല തോന്നുന്നില്ല. തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ല. ഇവിടെയാണല്ലോ തൃശ്ശൂർ പൂരം. തൃശ്ശൂർ എന്നും തൃശ്ശൂർ പൂരം പിന്നെ അവർ കണ്ട് അതിന് പുറകെ ഉള്ളൂ, പിന്നെ വേറൊന്നും ചിന്തിക്കത്തില്ല. ഇല്ല, ഇതിപ്പോ ഇവിടെ വേറെ ഒന്നും ഗസ് ചെയ്യാനില്ലല്ലോ. തൃശ്ശൂർ പൂരം കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണല്ലോ ഇത്. തന്നെ അവിടെ അതെ വേറെ അതെ അതെ. ഓക്കെ. വേറെ ഗസ് ചെയ്യാനില്ല ഇവിടെ. വടക്കുന്നാഥൻ ടെമ്പിൾ. തൃശ്ശൂർ ബേക്കൽ ഫോർട്ട്. ദിസ് ഇസ് ബേക്കൽ കോട്ട. വേറെ ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ട് തന്നെ. ബേക്കൽ ഫോർട്ട് ആണ്. ഇതറിയാം. ശിവകാരിക്ക് കാസർഗോഡുള്ളതും പറയാൻ പറ്റും. നോക്കാം അല്ലേ നമുക്ക്. ബേക്കൽ ഫോർട്ട് അവരെ ഉറപ്പിച്ചു കഴിഞ്ഞു ഏതാ പ്ലേസ് എന്ന്. കാസർഗോഡർക്ക് ബേക്കൽ ഫോർട്ട് അറിയാൻ പറ്റുമോ? ബേക്കൽ ഫോർട്ട്. ഇവര് സിനിമയില് മാത്രല്ല കേട്ടോ, ഇവര് ജികയിലും കുറച്ച് അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാ. പിന്നെ അല്ല. അല്ല അല്ല. അല്ല അല്ല അല്ലേ. ജഡായു. ജഡായു പ്ലേസും കൂടെ ഒന്ന് പറഞ്ഞു പോകും. ചടയമംഗലം. ഓക്കെ, നോക്കാം. ഗ്രൂപ്പ് വർക്ക് ആണ്. ഗ്രൂപ്പ് വർക്കാ. ഇപ്പഴേ ഭയങ്കര മെന്റൽ എല്ലാരും ഇപ്പോഴേ ടീമായി. ഇപ്പോഴേ ടീമായി. ഏതോ ഡാമാണ്. ഇത് ഇടുക്കി ഡാം. ഇടുക്കി ഡാം. ചെറുതോണി. ഇടുക്കി ഡാം എല്ലാം ഇല്ല തോന്നുന്നു. അല്ല അല്ല. ഞാൻ കഴിഞ്ഞ മാസം കണ്ട ഇടുക്കി ഡാം ഇങ്ങനെയല്ല. ഓരോ മാസം ഇടുക്കി ഡാം ചായ മാറാറുണ്ട് എത്ര. കഴിഞ്ഞ മാസം അപ്പൊ ഇത്രയും പുല്ല് കാട് വളർന്നിട്ടുണ്ടായില്ല, അതായിരിക്കും. ഇടുക്കി ഡാം എന്നോട് പറഞ്ഞില്ലല്ലോ ഇതെങ്ങനെ ഫേസ് കട്ട് മാറുമ്പോ എന്താ പറയാണ്ടിരുന്നേന്ന്, അല്ലെങ്കിൽ എല്ലാ മാസം അറിയിക്കാറുള്ളതല്ലേ. അതെ അതെ. നോക്കാല്ലേ നമുക്ക്. ഇത് വേറെ ഏതോ ആണ്. നോക്കാല്ലേ നമുക്ക്. നോക്കാം. അയ്യോ പറയാതെ ചായ മാറി ഇടുക്കി ഡാം. എന്നോട് പറയാതെ മാറിയതാ. ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ ഒരു മാറ്റം. കഴിഞ്ഞ പ്രാവശ്യം കൂടി ഞാൻ കണ്ടതിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ കണ്ട ഡാം ഇങ്ങനെയല്ല. ഇടുക്കി ഡാമിന് അടുത്ത് പോയി ഇങ്ങനെയല്ല കാണാതാണ്. എന്റെ ഇടുക്കി ഡാം ഇങ്ങനെയല്ല. അതെ. അടുത്തത് ഇന്ത്യയിലെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യ ഗേറ്റ് അല്ലേ, ഡൽഹി. ഇന്ത്യ ഗേറ്റ് ഒന്നും അല്ല. ഇതെന്താ ഇന്ത്യ ഗേറ്റ്? ഇന്ത്യന്ന് കേട്ട ഉടനെ ഇന്ത്യ ഗേറ്റ്. ഇത് മുംബൈ അല്ലേ? മുംബൈയിലുള്ള പറയൂ ഒരു ആൻസർ പറയൂ. ആണോ ആവാം. 20 പേരുണ്ടെങ്കിൽ 20 ആൻസർ പോട്ടെ. അങ്ങനെയുള്ള പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതാരാ പറഞ്ഞേ? നമ്മുടെ റാഫിയാണോ? ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഇന്ത്യ സെയിം അല്ലേ? ഇന്ന് റാഫി അല്ല അല്ല, അത് രണ്ടാ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അല്ലേ താജ് ഹോട്ടലിന്റെ അടുത്തുള്ള? ഒക്കെ നമുക്ക് ആൻസർ നോക്കി നോക്കാം. അപ്പൊ അതിലുണ്ടാവൂലോ നമുക്ക് ഏതാണെന്നുള്ളത്. ആരാ പറഞ്ഞത്? റാഫിയാണോ പറഞ്ഞത്? നോക്കാം, അടുത്ത നോക്കാം. കാശി. വാരാണസി. ബനാറസ്. വാരാണസി. അതാ റാഫിയാണോ പറയുന്നത് സ്റ്റാർട്ടിങ്ങില്? അല്ല, ഫായിസ പറയുന്നത്. പക്ഷെ ഫായിസ് വീഡിയോ ഓൺ ആക്കാത്തത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫഹീസ് ആണോ ഫായിസ് ആണോ? ഫഹീസ് അല്ലേ? ഫാഹിസ്. പറയൂ. ക്ഷേത്രം തഞ്ചാവൂരാ? മധുര മീനാക്ഷി ടെമ്പിളാ. അതാരാ പറഞ്ഞേ? ഫാത്തിമ.
ഫാത്തിമ. ഇനി എന്തെങ്കിലും ഓപ്ഷൻസുകൾ ഉണ്ടോ? എല്ലാ ടെമ്പിൾസുകളും ഒക്കെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഏകദേശം ഈ ഒരു ചായൽ തന്നെ വരിക. അപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഗസസ് ഇല്ല? യെസ്, ഗ്രേറ്റ്. ആരാ പറഞ്ഞേ? ഫാത്തിമ അല്ലേ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇല്ല, ഗുജറാത്തിലെ വാജ്പേയി. സോറി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. മാറിപ്പോയതാ. ലിബർട്ടി. ഞാൻ ഇവിടെ ലിബർട്ടിന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇതോ എന്ന ചെറുതായിട്ട് ചായ മാറിപ്പോയതാ. പക്ഷെ ശരിയായില്ല. അയ്യോ, നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി ഡാം ചായ മാറ്റിയ പോലെ. ഇനി വേറെ എന്തെങ്കിലും ഗസസ്? ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി തന്നെ. എവിടെ പ്ലേസ്? ഒരു തരത്തിലും ഡൗട്ട് ഇല്ല സീനക്ക്. ഗുജറാത്ത്. നോക്കാം നമുക്ക്. കറക്റ്റ് ആണ് കേട്ടോ. അങ്ങനല്ല. അയ്യോ ഞാനിവിടെ പോയില്ലല്ലോ, എന്നെ ഇവിടെ കൊണ്ടുപോയില്ലല്ലോ. പെട്ടെന്ന് മനസ്സിലാവില്ലെന്ന് തോന്നുന്നു. നാഗാലാൻഡ്. മേഘാലയ. ഏകദേശം ഇതേപോലെ പോകേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇന്ന് ലോകം ചുറ്റി കണ്ടിട്ട് വരാം. ആയിക്കോട്ടെ. ഐഫിൽ ടവർ. ഈഫിൽ ടവറിലെ തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളെക്കാൾ കൂടുതൽ പരിചയം പുറമെയുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടല്ലേ നമുക്ക് കണക്ഷൻ വരുന്നത്. സൈൻ ഓഫ് ഇത് എല്ലാവർക്കും അറിയാലോ. ഫ്രാൻസ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാം ചായ മാറി, എത്തിരി ചായ മാറിപ്പോയി. ഇത്രമേ ഐ മീൻ ആ പറഞ്ഞതിലുള്ള ഉദ്ദേശിച്ചത് ശരിയായിരുന്നു, വന്നപ്പോ മാറിപ്പോയി. പുറത്തോട്ട് വന്ന ആൻസർ തെറ്റിപ്പോയി. ഫുഡ് ചോറ് എടുത്തോളൂ. നമുക്കും വേണം കേട്ടോ. നയാഗ്ര വാട്ടർഫോൾ. ഈ വാട്ടർഫോളിന്റെ പേരെന്താണ്? നയാഗ്ര വാട്ടർഫോൾ. പതിവ് പറയാൻ വന്നത് ശേഷം മറ്റേ ഏതൊരു സിനിമയില് നെടുമുടിയോട് പറയില്ലേ എന്നിട്ട് തുടങ്ങണ പോലെ പിന്നെ പോയി, എല്ലാം പോയി. അല്ല ഏതോ ഫിലിമിൽ എന്തിലോ കണ്ടിട്ടുണ്ടായിന്. വാട്ടർ സിനിമയില് കണ്ടിരുന്നു. 2 countries ആടാ തോന്നുന്നു. 2 countries-ലുണ്ട് പാട്ടിലൊക്കെ ആയിട്ട്. ബുർജ് ഖലീഫ. എവിടെ പ്രവാസികൾ എവിടെ? ദുബായിക്കാരൻ മിണ്ടണില്ല. നമുക്ക് പിക്ചർ ബുർജ് ഖലീഫ ഞാൻ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാട്ടോ. ദുബായിക്കാരൊന്നും മിണ്ടിയില്ല. അറിഞ്ഞ പോലും ഇല്ലെന്ന് തോന്നുന്നു. അതെ, ഡൗട്ടായിട്ട് ബുർജ് ഖലീഫ എന്നിട്ടൊരു ചോദ്യചിഹ്നം പോലെ. എല്ലാവർക്കും അറിയുന്നില്ല, കോമൺ ഐക്കൺ ഓഫ് ദുബായ് അല്ല. അയ്യോ അറിയായിരുന്നു, മറന്നുപോയി. ആരാണ്? അസീന കീഴടങ്ങിയിരിക്കുന്നു. ആരെങ്കിലും ആ പ്ലേസിലോട്ട് കയറുന്നുണ്ടോ? അസീന മാറി തന്നിട്ട് കുറച്ചു നേരത്തേക്ക്. ആരെങ്കിലും ഗസസ്? ഫുട്ബോൾ പ്രേമികൾ ആരും ഇല്ലേ? ബ്രസീൽ എന്തെങ്കിലും ആണോ? എനിക്കറിയില്ല കേട്ടോ. നോ ഐഡിയ. സൊല്ല് പറഞ്ഞു. ഈ വ്യക്തി ആരാന്ന് പറഞ്ഞാൽ മതിയോ? ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ. ജീസസ്. അതെ. സ്ഥലം ഏതാണ്? ബ്രസീൽ.
നോക്കാം നോക്കാം. അല്ലേ? ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാച്യു ബ്രസീൽ. കഴിഞ്ഞു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഗെയിമും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലെ? ഇവരൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നണു GK കുറച്ച് ആയിക്കോട്ടെ, കാര്യങ്ങൾ GK ക്ക് ഏകദേശം അപ്പുറമുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒരുവിധമൊക്കെ ബുദ്ധിയും ബോധമുള്ള ഐഡിയ പിള്ളേരാണെന്ന് തരാം. തോന്നുന്നുണ്ടല്ലേ? ആ, കുറച്ച് ബുദ്ധിയും ബോധമുള്ള പിള്ളേരാണെന്ന് തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നുണ്ട്. അല്ല മിക്കവരും എന്നെ മാത്രം പുറത്താ. ഉദ്ദേശിച്ച് പറഞ്ഞാണെന്നോ അല്ലേ അത്? നന്നായിട്ടുണ്ട് ട്ടോ. നന്നായി കളിച്ചു. 2 ഗെയിംസ് ഉണ്ടായിരുന്നു. നന്നായി പോയി അല്ലെ? ആ, നല്ല രീതിയിൽ തന്നെ. കുറച്ചു പേരൊക്കെ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ വരാത്തത് കൊണ്ടാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തവരെല്ലാം കണ്ടോ ചാടി ചാടി പിന്നെ ആൻസേഴ്സ് പറഞ്ഞു വയ്ക്കുന്നത്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ഇതങ്ങ് അകൽച്ച അങ്ങ് മാറുന്നത്. അതെ. നെക്സ്റ്റ് ആരാന്ന് നോക്കാം. നെക്സ്റ്റ് ആരാ? ഇൻട്രൊഡ്യൂസ് എല്ലാരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് വേണം നമുക്ക് ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ നടത്താൻ. അതെ. ഓക്കെ, ട്രെയിനർ ഈസ് റെഡി അവൈലബിൾ ചെയ്യാം. ആരാണോ? ഓക്കെ, ആരും സംസാരിക്കണില്ല. എന്താ ഇനി പേര് വിളിച്ച് പറയാം. നമുക്ക് അസീനെ വിളിച്ചോ? അസീനെ സംസാരിച്ചോ? ഞാൻ ഇവിടെയുണ്ട്. അസീനെ സംസാരിച്ചതാണോ? ആണല്ലോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാനേ സംസാരിക്കുന്നുള്ളൂ. ഞാനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. DP നോക്കിയപ്പോഴേ എനിക്ക് സംസാരിക്കാത്ത പോലെ തോന്നി. ഇനി ജെയ്സീന അല്ലേ? ജയ്ഷി അല്ലേ? ആരാണ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം. കേൾക്കുന്നു. പറഞ്ഞു. മാം ജയ്സിന, ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് വടകര. ഞാനിപ്പോ ഹൗസ് വൈഫാണ്. ഒരു മോനുണ്ട്, 1.5 വയസ്സുള്ള മോനുണ്ട്. പിന്നെ ഞാന് ലെൻവൈസിനെ കുറിച്ച് കേൾക്കുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അപ്പൊ തന്നെ ഇഷ്ടായി, കണ്ടു, ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ BA ഇംഗ്ലീഷ് 2 കൊല്ലം വരെ പോയിന്. ബട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല മാരേജ് കാരണം. പിന്നെ ഇപ്പൊ മോനായതിനു ശേഷം ഒരു ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇപ്പോ അൽഹംദുലില്ലാഹ് നന്നായിട്ട് പോകുന്നു. എന്താ ജെയ്സീനയുടെ ഒരു പ്രത്യേകത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജെയ്സീനക്ക് തോന്നിയിട്ടുള്ളത്? ജെയ്സീന പറയില്ല ഞാൻ ഇങ്ങനെയാണ്, അതിൽ എന്റെ ഒരു ക്യാരക്ടർ ആണെന്ന് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പറയാറുണ്ടോ? പറയണ്ട, ഞങ്ങള് വിടില്ലേ, പറയണം. അല്ല, ഇച്ചിരി ഹൗസ് വൈഫ് ആണെന്ന രീതിയിൽ ഇച്ചിരി ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ എന്നാലൊരു സൈലന്റ് ആയിട്ട് ജെയ്സീനയുടെ യൂണീക്നെസ് വന്നു. ഇല്ല എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ നേരിട്ട് അപ്പൊ തന്നെ പറയും ഇല്ലില്ല. എനിക്ക് തോന്നിയത്, എന്റെ സ്വഭാവത്തിൽ എനിക്ക് തോന്നിയത്, എനിക്ക് പറയാനുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയും. എന്നിട്ട് എന്തേ ഇത്രയും നേരം മിണ്ടാതിരിക്കുന്നത്? അത് മോൻ ഓൾറെഡി ഇവിടെ കളിച്ചോണ്ടിരിക്കാം. അപ്പൊ മൂപ്പറ വയ്യാണ് ഞാനുള്ളത്. അവൻ്റെ കേൾക്കില്ല. അപ്പൊ എന്റെ കൂടെ തന്നെയാ മൂപ്പറുള്ളത്. അപ്പൊ ചിന്തകള് മോനെന്താ ചെയ്യാ ആ ഒരു ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ദൈവമേ, നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ഓവന്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറയട്ടെ എന്നിട്ട് ഞാൻ പറയാന്നുള്ള രീതിയിൽ അങ്ങനെ. ഓക്കെ ജെയ്സീന, അപ്പൊ മകന്റെ പിന്നാലെ പോകുന്നതിന്റെ ഒപ്പം നമ്മുടെ പഠിപ്പിന്റെ പിന്നാലെ ഇടയ്ക്കൊക്കെ വരണം. ഇടയ്ക്കല്ല, മിക്കപ്പോഴും വരണം. ഗെയിമിനും കാണണം കേട്ടോ. മോനെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഗെയിമുകളൊക്കെ വരുന്നുണ്ട്. മോന്റെ സഹായം വേണ്ടി വരുന്ന മോന്റെ സഹായം അത്യാവശ്യമായിട്ട് വേണ്ടതാ. ഇനി ആരാ അടുത്തത്? ആക്റ്റീവ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
നെക്സ്റ്റ് ആരാ വരുന്നേ? സജിത്ത്. സൈത്ത് മിണ്ടുന്നില്ല എന്ന് തോന്നുന്നു. സൈത്ത് ഓണാക്കി വെച്ച് എവിടേക്കെങ്കിലും പോയേക്കാണോ? ഇനി ആരാ ഉള്ളേ? എല്ലാരും ആയോ? എല്ലാവരും ആയി. സജിത്തൂടെ ഉള്ളു പറയാനായിട്ട്, ബാക്കി ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞു. സജിത്തിക്ക് തോന്നുന്നു ഇവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആള് കണക്ട് ചെയ്തിട്ട് പോയിരിക്കുന്നു. നമുക്കിനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആക്റ്റീവ് ആക്കാനായിട്ടുള്ള ഗെയിം ആയിട്ട് വരാം അല്ലെ? അപ്പൊ ചിലപ്പോ സുജിത്ത് ചിലപ്പോ ആ റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഗെയിം കളിക്കാൻ പറ്റില്ലേ? നോക്കാം, നമുക്ക് തുടങ്ങാം. Okay, right, no issues. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കഴിവതും ഗെയിം കളിക്കുന്നുണ്ടോ എങ്കിൽ വീഡിയോ ഓൺ ആക്കി വെക്കുക. കാരണം ഇനി നമുക്ക് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടേ കാര്യമുള്ളൂ. ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഇതിന്റെ തന്നെ വേറെ ഓഫ്ലൈൻ വേർഷൻസ് കളിച്ചിട്ടുണ്ടാവും. ചാടി ഓടാൻ റെഡിയാക്കി കയ്യിലെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച്, ഫോൺ ആണെങ്കിൽ അല്ല ലാപ്ടോപ്പ് ആണെങ്കിൽ ഒന്ന് മുന്നിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ റെഡി ആയിട്ടിരുന്നു. എന്താണോ ക്ലൂ കിട്ടുന്നത് അതനുസരിച്ച് ഓടണം. അതുകൊണ്ടാ പറഞ്ഞ ആദ്യമേ ക്യാമറ ഓൺ ആക്കി വെച്ചേരാം. കാരണം പിന്നെ വന്ന് ക്യാമറ ഓൺ ആക്കാൻ നേരമൊന്നുമില്ല. അന്നേരം തന്നെ നമ്മുടെ പ്ലേസ് പോകും. ഫസ്റ്റിൽ ആരെ കൊണ്ടുവരുന്നതെന്ന് നോക്കട്ടെ. ഇപ്പോ ഇത്രയുള്ള ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കളായിരിക്കും എടുക്കാൻ പറയാ, അല്ലെങ്കിൽ ഇന്ന കളറുള്ള സാധനങ്ങളായിരിക്കും എടുക്കാൻ പറയാ. അപ്പൊ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ഗ്രാബ് ആൻഡ് റൺ. ഞാനോ കേട്ടോ കണ്ടോ? ഈ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ റൂമിൽ ലോക്ക് ചെയ്തിരിക്കുക. റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. ഇല്ലേ സൊല്ല് പറയും. എല്ലാ റൂമിലുള്ള തന്നെ. ഓക്കെ, മുഹമ്മദ് അലി ആദ്യം കൊണ്ടുവന്നു. അസീന. ഓക്കെ, അസീന കിതറേ ഫാത്തിമയ്ക്ക് കിട്ടി. കാണിച്ചു ആദ്യം തന്നെ. കിട്ടി. ഓക്കെ, ഫഹീസ് കാണിച്ചു. ഫാഹീസ് ക്യാമറ ഓൺ ആക്കാത്തവരുണ്ടെങ്കിൽ കാണിച്ചോളൂ ട്ടാ. ബുക്ക് ബുക്കുണ്ടോ? അൽമീന എന്ത് ചെയ്യും? ബുക്ക് ഇവിടെ മോളൊരു ബുക്ക് ഉണ്ട് ഇവിടെ. കാണുന്നില്ലല്ലോ. അപ്പൊ സൂപ്പർ, എല്ലാവരും നന്നായി വേഗം തന്നെ എടുത്തു. നമുക്ക് ഇനി അടുത്ത് എടുക്കാം. നോക്കാം. നെക്സ്റ്റ് നോക്കാം. കപ്പ് ചായ കുടിച്ച് കപ്പ് തിരിച്ചു കൊണ്ടുവച്ചു. സെറോക്സിന്റെ ഒരു കപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ബ്ലാക്ക് ടീ ആണ്, തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങള് തെറ്റിദ്ധരിച്ചിട്ടില്ല. ഓക്കെ സൂപ്പർ, യു ക്യാൻ ഡു ഇറ്റ്. കപ്പ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ജെയ്സിന എടുക്കാൻ പോയതാണോ? കപ്പ് കിട്ടി. റൂമിൽ അവൈലബിൾ അല്ല. നടക്കൂല. ട്രാഫിക് കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? Grab something that has button. ഓക്കെ, ബട്ടൺ ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം. ഫാഹിസ് കാണിച്ചു. ഇത്ര റാഫി കാണിച്ചു. സിമ്പിളാ. റാഫി കാണിച്ചു കേട്ടോ. റാഫി ലോജിക്കലി തിങ്ക് ചെയ്ത് കാണിച്ചു. റാഫി കാണിച്ചു. എന്റെ ഷർട്ടില് ബട്ടൺ ഉണ്ട്. കത്തി ക്യാമറ ഓൺ ആക്കണം കേട്ടോ.
ജെയ്സിന അതൊക്കെ റൂമിനകത്തുള്ളത് തന്നെ കേട്ടോ. നമുക്ക് അടുത്ത എടുക്കാം അല്ലെ? മുഹമ്മദ് അലി പോയതാലോ? മുഹമ്മദ് എടുക്കാൻ പോയതാ. വന്നു ഞാൻ ബട്ടൺ എന്തായാലും എണീറ്റതല്ലോ, ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരും. ഒന്ന് കൊറേ പോയിട്ട് വരൂ. നേരം അവിടെ ഇരിക്കണു. അതായത് ബട്ടൺ എന്ന് ഉദ്ദേശിച്ചപ്പോഴേ ഓക്കെ എനിക്ക് ജെയ്സിന് ഇതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ ബട്ടണ് ഇല്ല. എന്തെങ്കിലും അവനൊന്നും പറഞ്ഞില്ലേ, ബട്ടൺ ആയാ മതി എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഓക്കെ പർട്ടിക്കുലർ ഐറ്റം മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞല്ലോ, നമുക്ക് വേണേ പറയാലോ. ഫോണിനേലും ഉണ്ടല്ലോ ജെയ്സീനെ ബട്ടൺ. കാണിച്ചുട്ടോ, ജെയ്സീനെ പ്രേ കാണിച്ചേ. ബട്ടൺ പ്രേ ബട്ടൺ ഓ ആ എന്തേലും ഫോണിന്റെ ബട്ടൺ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും റിമോട്ടിന്റെ സ്പീക്കേഴ്സിലെ ഉണ്ട്, ഉണ്ട്, എന്തുവാ. ഷർട്ടിലെ ബട്ടൺസ് ഉണ്ട്, റിമോട്ട് എന്ത് വേണേലും ആകാം. ഓക്കെ നെക്സ്റ്റ്. ഓ അത് കിട്ടൂല. രക്ഷ. ഫസീന, അത് വെക്കാത്ത ഫസീന. ഒരാൾ അസീന അവിടെ ഓർത്തിരുന്നത് ഒരു ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് എങ്ങനെ ഒരാൾ ഈ വലുതാടെ ഓഫീസിൽ ഇരുന്ന് ഇരിക്കണ്ടായിരുന്നു. ഒരു കളിക്കുമെന്ന്. അതിനാവശ്യം ഏറ്റവും വലിയ സൈസ് ഉള്ളത് തന്നെ ഉണ്ട് അവിടെ. പക്ഷെ ഒന്നും റൂമിൽ അവൈലബിൾ അല്ല. അത് റൂം തുറന്ന് റൂമിലാണ്. പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. ഓക്കെ ഫാത്തിമ നോക്കാം. ഫാത്തിമ ഭയങ്കര ഇത്, എന്റെ റേബാൻ ഗ്ലാസ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞ എന്ന് പറയില്ലേ മോഹൻലാലിന്റെ ഡയലോഗ് പോലെ വലിയ. ഓ ഫാഹിസ്, ഫാഹിസ് ഏത് സെക്കൻഡ് ഹാൻഡ് ആണോ, മറിച്ചു വാങ്ങിയതാണോ? റാഫി, റാഫി അടിച്ചു. അല്ല അവനത് സെല് ചെയ്യാനാ നോക്ക്. അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ. ഞാനിത് മറച്ചു വെക്കാൻ തയ്യാറാണ്. എന്റെ അമ്മേ, ഗ്ലാസ് ഒക്കെ വെച്ച്. നെക്സ്റ്റ് നോക്കാം. Craft കാണിച്ചില്ല. something made in wood. വുഡ് തടി കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും ഐറ്റം. ഞാൻ ഇങ്ങനെ കാണിച്ചു കേട്ടോ, സബ് ടാബിള്. കണ്ടു ബോധിച്ചു. റാഫി എടുത്തു. This one. മുഹമ്മദ് അലി അവിടെ നിന്ന് എണീക്കണേ ഇല്ല, കസേരയിൽ ഇരുന്നിട്ട് കിട്ടുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അതൊക്കെ അവൈലബിൾ ആണ്, എന്താ ചെയ്യാ. ഇതൊക്കെ അതെ കയ്യിൽ അതെ അതെ അതെ. ഇത് ക്ലിപ്പാണ്. എല്ലാം നമ്മളെ കൂടി ഡ്രസ് ഓൾ ഇൻ വൺ, എല്ലാം എവരിത്തിങ് അണ്ടർ വൺ റൂഫ്. ഓക്കെ ഓക്കെ. ആരും ഓടിയിട്ടുള്ളവരില്ലല്ലോ, എടുക്കാൻ പോയവരാരേലും ഉണ്ടോ? ഫാത്തിമ അതേ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുവാ. ഫാഹിസ് പോയിട്ടുണ്ടോ? ഫാഹിസ് കട്ടിലാണ് തോന്നുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഇതിനെ കൊണ്ടുപോകണ്ട. അതിപ്പോ എന്റെ ഫോണിൽ എനിക്ക് അത് പ്ലഗ്ഡ് ഓടേണ്ടി ആണ്, അത് വന്നു. കാരണം അത് കാണിക്കുന്നു. ഫാത്തിമ, ഫഹീസ്, സുജിത്, ഞാൻ കാണിച്ചത് കണ്ടോ? ഫൈനലി സുജിത്ത്. അസീന. സുജിത്തിന് അത് ലോ ബാറ്ററി ആയത് പറഞ്ഞ പ്ലഗ് ഇട്ടിരിക്കുന്നു, അത് കാരണം അത് കാണിക്കാൻ പറ്റി. അത് കാണിക്കാൻ പറ്റി. റാഫി അടിച്ചു. റാഫി ഞാൻ ഇത് എടുത്തില്ല. ഒക്കെ റെഡി ആട്ടോ. ഓക്കെ നെക്സ്റ്റ് നോക്കാം. grab something red in color. Something red in around. മുഹമ്മദ് അലി കിട്ടി. മാം റെഡ് കളർ. Red color? കണ്ടു മുഹമ്മദ് അലി കണ്ടു. കിട്ടി. കണ്ടു. കണ്ടു. സുജിത്തിന് പെട്ടെന്ന് പറ്റും, പക്ഷെ സുജിത്ത് ഒന്നും ചിന്തിച്ചില്ല. സുജിത്ത് ചിന്തിക്കുന്നില്ല. സുജിത്ത് ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നതായിരുന്നു, പക്ഷെ സുജിത്ത് ഓർത്തില്ല അത്. സീനരെ കണ്ടു. ഓക്കെ ഫഹി കണ്ടു. കിട്ടിയോ? ജിയോ ഡിജിറ്റൽ ലൈഫ്. റാഫി കണ്ടു. സുജിത് ടീഷർട്ടിന്റെ കളർ എന്താ? Instantly available. Yeah, something red available. Yeah. Yes, something red. Okay. Next നോക്കാം. Yes, നോക്കാം. Water bottle. Nothing is around. Any water. Water bottle.
വാട്ടർ ഹസീന ബോട്ടിൽ പോയി. കിട്ടി. ഫാഹിസ് ഹസീനക്ക് കിട്ടി. ഓക്കെ, മുഹമ്മദ് അലി, റാഫി, അവിടെ ഒരു കട തന്നെ ഉണ്ട് വാട്ടർ ഫാത്തിമ. ബോട്ടിലിന്റെ. ഫഹീസ് കിട്ടി. ഫഹിസിന്റെ കയ്യില് വാട്ടർ ബോട്ടിലാണോ അതോ സ്പ്രേ ബോട്ടിലാണോ? സ്പ്രേ ഒരു ബോട്ടിലാന്ന് തോന്നുന്നു. ബോട്ടിലാണ്. ഓക്കെ, സുജിത്ത് കാണിച്ചോ? വാട്ടർ ബോട്ടിൽ ഇല്ല, ഇത് റൂമിനകത്ത് വാട്ടർ ബോട്ടിൽ പിള്ളേരെല്ലാം അപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. നോക്കാം. Sketches. Sketch pen, something supposed. ഫഹീസ്, Tina, Fatima. Yeah, something I got it. മുഹമ്മദ് അലി, സുജീത്. ഓക്കെ. നോക്കട്ടെ, ഞാൻ കണ്ടില്ലല്ലോ മുഹമ്മദ് അലിയുടെ. കണ്ടു. റാഫി കിട്ടിയില്ലല്ലേ? എന്താ ഞാനേ മുഹമ്മദ് വേറൊരു അലി കാര്യത്തിൽ ഇത് മറ്റേ ശ്രദ്ധിക്കാൻ പോയി. ഒരു CID മൂസേലത്തെ പോലെ ഞാനേ ക്യാപ്റ്റൻ രാജുവിന്റെ വീടാണോ? വല്ല യന്ത്രങ്ങളെ പറഞ്ഞു വിടുന്നുണ്ടോ ബാക്കിലോട്ട്? ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. കസ്റ്റമർ വന്നു. അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. എല്ലാ സാധനങ്ങളും കൈ കിട്ടുന്നുണ്ട് താനും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Grab something that is sharp. മൂർച്ചകൾ എന്തെങ്കിലും ഐറ്റം. നൈഫ് വേണം. ഇതാ. ഓക്കെ, റാഫി. കത്രിക. മുഹമ്മദ് അലി കത്രിക. റാഫി കത്രിക. ഫാത്തിമ ഇരിക്കണ ഇരിപ്പ് കണ്ട. എന്റെ നിബ് ഷാർപ്പാണ് കേട്ടോ. നിബ് ഷാർപ്പാണ്. ഓക്കെ, ഞങ്ങൾ വിശ്വസിച്ചു. ശരിക്കും ശരി. പോയി. ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, മുഹമ്മദ് അലി വീട്ടിലാണോ ഇപ്പൊ ഇരിക്കുന്നത്? ഇല്ല, ഞാൻ റൂമിലാണ്. ഞാൻ എന്റെ റൂമിലാണല്ലോ. ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പൊ ഫ്രീ ആണ്. റൂമില് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒക്കെ എനി എമർജൻസി എല്ലാ ഐറ്റവും ഉണ്ടല്ലേ? അല്ല, ഇവിടെ ആദ്യം വൈഫൊക്കെ ഉണ്ടായി. വൈഫൊക്കെ ഇപ്പൊ നാട്ടിലുള്ളത്, ആരും ഇല്ല ഇപ്പൊ ഇവിടെ. അപ്പൊ തണുപ്പ് മാറ്റാനൊക്കെ ഉള്ളതാണ്. ഒരു പ്രവാസി എപ്പോഴും അങ്ങനെ ഒരൊറ്റ മുറിയില് എല്ലാം ഉണ്ട് അല്ലേ? അതെ, എന്തൊരാവശ്യം വന്നാലും കയ്യെത്തിയെടുക്കാൻ. അതെ 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 അതെ. ഓക്കെ, നെക്സ്റ്റ് ഇതില്ലാത്തവരുണ്ടോ? സുജിത്ത് ഓടരുതേ. ഇതുപോലെ വയറുള്ളത് തന്നെ വേണം. കണ്ടില്ല, എന്തായിരുന്നു സംതിങ്? ഇയർഫോൺ. ഇയർഫോൺ അവിടെ ഹെഡ്സെറ്റ്. ഓക്കെ, അവിടെ ഹെഡ്സെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഓക്കെ. എന്റെ അമ്മേ, ശരി, സമ്മതിച്ചു. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നത്. ഫഹീസ് മറിച്ചെടുത്തും തിരിച്ചെടുത്തായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരും ഞങ്ങക്ക്. കിട്ടി. അടുത്തത് ഫാത്തിമ. ഓക്കെ, ഫാത്തിമയ്ക്ക് കിട്ടി. ഓക്കെ, എല്ലാവരും ആയി തോന്നുന്നു അല്ലേ? നെക്സ്റ്റ് ബാഗ്. മുഹമ്മദ് അലിയുടെ ബാഗ് നോക്കൂ. അത് നിങ്ങൾ ബാഗ് ആക്കി കണക്കാക്കണോ? ഞങ്ങൾ കണ്ട ബാഗ് ഇങ്ങനെയല്ല. ഒന്ന് എഴുന്നേറ്റ് പോയി ഇപ്പം. ഇപ്പൊ സംഭവിച്ചു. ഫൈസിനെ കാണിച്ചു കേട്ടോ, ഫാത്തിമ കാണിച്ചു, അസീന കാണിച്ചു. റാഫിയുടെ കയ്യിലുണ്ടോ? ബാഗ് ഉണ്ടോ? കാണിച്ചു. സാരില്ല കേട്ടോ. എന്റെ അമ്മ ഇതെന്തത്? ജിമ്മിന് പോണ ബാഗാണോ? നെക്സ്റ്റ് നോക്കാം. സുജിത്തിനെ കിട്ടി.
grab something that is soft. എന്തുമാകാം സോഫ്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കും? ടിഷ്യൂ. ഞാൻ തന്നെ. ഞാൻ ഇത് ആരോട് പറയാന്ന് വെച്ചിരിക്കുന്ന ഫായിസിനെ ഏറ്റവും വലിയ കൈ എടിയിട്ടാ. ഞാൻ ബെസ്റ്റ് വൺ വിചാരിക്കാറുണ്ട് ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ പറഞ്ഞത്. ഇത് സോഫ്റ്റ് ആണ്. മുഹമ്മദ് അലിക്ക് കിട്ടി. ഓക്കെ, റാഫിക്ക് കിട്ടി വൈപ്സ്. ഓ ടോയ്, സുജിത്തിന് ടോയ്. ഓക്കെ, ജെയ്സിന് ടവൽ. ഓക്കെ, ഫാഹിസ് ആണ് ഏറ്റവും വലിയ സോഫ്റ്റ് ആയിട്ടുള്ളത്. ആദ്യം കണ്ടു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത നോക്കാം. ദൈവം, ഒരു രക്ഷയില്ല നസീനക്ക്, അത് രക്ഷയില്ല. ടിഷ്യൂ ടവലായിട്ട് എങ്കിലും വിട്ടുകൊടുക്കത്തില്ല, ഞാൻ തപ്പി കണ്ടുപിടിക്കും. ടിഷ്യൂ ടവലായിട്ട് പരിഗണിക്കാൻ ഫാത്തിമയ്ക്കാണ്. ടിഷ്യൂ ടവലായിട്ട് നമുക്ക് ഫാത്തിമയ്ക്കാണ് ഫസ്റ്റില്. ഓക്കെ, സുജിത്ത്. ജെയ്സിന, ഫാഹിസ്, മുഹമ്മദ് അലി എടുക്കാൻ പോയി. മുഹമ്മദ് അലി പോയിട്ടുണ്ട്. ടവല് പുറത്താണുള്ളത്. അനക്കിട്ടേക്ക. എനിക്ക് കിട്ടൂല, ഞാൻ അത് ഒഴിവാക്കി. അപ്പൊ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല, അസിനക്ക് കിട്ടാൻ പാടാ. ബ്ലാങ്കറ്റ് വേണമെങ്കിൽ കാണിക്കാം. കാണിക്കും, സമാധാനായി. ഒരു സമാധാനത്തിന്. ഓക്കെ, ബെഡ് കാണിക്കാതെ മതി. ഇവിടെ തണുപ്പാണ് ഇപ്പൊ ഉള്ളത് സൗദി. നേരത്തെ മുഹമ്മദ് അലിയുടെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അത് ഇവിടെ അതേപോലെ ഇരിക്കുന്നുണ്ട്. വെള്ളം കാണിച്ചാ മതിയോ? ഫാത്തിമ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേറെ കപ്പില്ല. അയ്യോ, അടുത്തതില്ല. താങ്ക് യു. ഞങ്ങൾ സസ്പെൻസ് ഇതായിരുന്നു, എത്ര വലിയ സസ്പെൻസ്. എനിക്കൊന്ന് അസീനയ്ക്ക് അസീന ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത്, അയ്യോ ഞാൻ എങ്ങനെ ഇത് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഞാൻ ഓഫീസിലാണല്ലോ എന്ന് ആദ്യം പറഞ്ഞിരുന്നു. തുടങ്ങിയപ്പോഴേ ഗ്രാബ് ആൻഡ് റൺ എന്ന് കേട്ടപ്പോഴേ ആദ്യം പറഞ്ഞു, അയ്യോ എനിക്ക് ഇവിടെ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന്. പക്ഷെ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എടുക്കാൻ ടർക്കി ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു എടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ സീന? അസീനയുടെ മങ്കുമുണ്ടായിരുന്ന പോലെ യു ക്യാൻ ഡു ഇറ്റ്. അസീന വിചാരിച്ചപ്പോ എല്ലാ സാധനങ്ങളും അസീനയുടെ അടുത്തെത്തി. ഓക്കെ, എങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നോ? നിങ്ങക്ക് ഒരുവിധം എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾ എങ്ങനായി? നിങ്ങക്ക് ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയവും അല്ല ഇപ്പോഴത്തെ ഒരു ടൈമും വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ മൈൻഡ് എങ്ങനെ? കൂളായോ? ആക്റ്റീവ് ആയോ? ഒരു സ്റ്റുഡന്റ് മൈൻഡിലോട്ട് വന്നു? ഒരു ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ വീട്ടുജോലികള്, ഭാരങ്ങള്, ഒത്തിരി പ്രാരാബ്ദങ്ങളൊക്കെ എല്ലാരും തലയില്. ഇതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും റിലാക്സേഷൻ കിട്ടിയോ? എന്തൊക്കെയോ ഒരു കൂൾ മൈൻഡ്. ഞങ്ങളെ കൊണ്ട് ഇപ്പോഴും എനർജറ്റിക് ആയിട്ട് എന്തൊക്കെയോ സാധിക്കും എന്നൊരു ഐഡിയ എങ്കിലും നിങ്ങളുടെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിലും ഉണ്ട്. എന്തോ ഓൾറെഡി ഫിൽഡ് വിത്ത് എനർജി. ഈ ഒരു ആക്റ്റീവ്നെസ് നമ്മൾ പഠിത്തത്തിലും പ്രതീക്ഷിച്ചോളുന്നു കേട്ടോ. മുന്നോട്ട് ഇതേപടി സ്റ്റുഡന്റ് ലൈഫിലോട്ട് ഒന്ന് തിരിച്ചുകൊണ്ട് വന്നിട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് തുടങ്ങിയിരിക്കുന്നത്. അതായത് നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് മെന്റലി റിലാക്സ് ചെയ്ത് ഒരു സ്റ്റുഡന്റ് ആണെന്ന സങ്കല്പത്തിലോട്ട് എത്തിയതിനു ശേഷം നിങ്ങൾ എന്താ നിങ്ങളുടെ അക്കാഡമിക് ജേണിയിലോട്ട് നിങ്ങൾ ഇങ്ങനെ പതുക്കെ 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 പോണം. എന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടണം. അതായത് നഴ്സിൽ പടി തരാതർത്ഥം. അതെ അതെ അതെ. ജസ്റ്റ് കൂളായിട്ട് നമുക്കുള്ളൊരു സെഷൻ, മെയിൻ ആയിട്ടുള്ള ഒരു സെഷൻ ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു ജസ്റ്റ് എല്ലാരും തമ്മിലൊന്ന് മനസ്സിലായി. നിങ്ങൾക്ക് കുറച്ച് ഞങ്ങളെ ഇപ്പൊ മനസ്സിലായല്ലോ. നിങ്ങളിപ്പം ഹിബ മാമിനെയോ അല്ലെങ്കിൽ ദുർഗ മാമിനെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്
മെന്റേഴ്സ്, ഞങ്ങൾ കുറച്ചുപേരെ മെന്റേഴ്സിനെ മനസ്സിലായി. ഞങ്ങളുമായിട്ട് അപ്പം നമ്മൾ ജസ്റ്റ് എന്താ കൂളായിട്ട് ഉള്ള രീതി തന്നെ ആയിരിക്കും നിങ്ങളോടും ഉള്ളത്. നമ്മൾ നമ്മുടെ അക്കാഡമിക്സിന്റെ ഫുൾ മനസ്സിലും കുറെ മുഖങ്ങൾ സ്ട്രൈക്കായി അല്ലെ, ഞങ്ങൾക്ക് കുറെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുവരെ പേരുകള്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളിൽ പലരും ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. നിങ്ങൾക്ക് തമ്മിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നിങ്ങളുടെ ബാച്ച്മേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർത്തിരിക്കാൻ കുറെ പേരുകൾ, കുറെ മുഖങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലായി. മനസ്സിൽ അപ്പം കയറി അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് സത്യം സെഷൻ പറഞ്ഞാൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെയ്തേക്കുന്നത്. ജസ്റ്റ് എനിക്കിപ്പോ നമ്മൾ മുഹമ്മദ് റാഫിന്ന് ആലോചിക്കുമ്പോ പൂമുഖപ്പൊടിയിൽ നിന്നെയും കാത്താത് കയറി വരുന്നു. സുജിത് അത് കൊള്ളാം. കുമാറിനെ ആലോചിക്കുമ്പോ എനിക്ക് സെറോക്സിന്റെ കപ്പ് ഓർമ്മ വരുന്നു. ഹസീനേനെ ആലോചിക്കുമ്പോ എനിക്ക് ബ്രാൻഡിങ് ആണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഓർമ്മ വരുന്നു. അങ്ങനെ പല പല. ഇങ്ങനെ ഓരോ ഫാഹിസിനെ ആലോചിക്കുമ്പോ എനിക്ക് OLX ഓർമ്മ വരുന്നു. അങ്ങനെ പല പല OLX. ഓക്കെ, നമുക്ക് അങ്ങനെ ചില ഒരു ടേമുകൾ അല്ലെങ്കിൽ ചില മുഖങ്ങൾ എപ്പോഴും എങ്ങനോ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നു. ഇത് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നിന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ എന്താ മുഹമ്മദ് അലീനെ പിന്നെ എല്ലാം ഉള്ളൊരു വീട് അല്ല, ഒരു ചെറിയൊരു ഓൾ ഇൻ ഓൾ ഉള്ള ഒരു വീട്. ഓക്കെ, അങ്ങനെ നമ്മളൊരു ജസ്റ്റ് എന്താ ഇപ്പൊ നമ്മളൊരു നല്ലൊരു ഒരു ഗ്യാങ് ആയി സത്യം പറഞ്ഞ അല്ലെ, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു രീതി തന്നെ നിങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോകുക. നമുക്ക് ഇതുപോലെ നല്ല ഗെയിംസ് അല്ല ഇനി വരുന്ന സെഷൻസ്. ഇനി നമുക്കൊരു 7-8 സെഷൻസ് ഇനി മുന്നോട്ട് വരാനുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഫസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ മാത്രമേ ആയിട്ടുള്ളൂ. മുന്നോട്ടുള്ള സെഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഈ ഒരു നമ്മൾ ഗെയിം മൈൻഡ് മാറി നമ്മളിപ്പോ ജസ്റ്റ് ഒരു കൂളായി. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ലേൺ വൈസിന്റെ കാര്യങ്ങളായിരിക്കാം, ഇഗ്നോയുടെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള സെഷൻസിൽ കാണാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇടയിൽ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ്, അതാണ് കറക്റ്റ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ എനർജറ്റിക് ആയി ആക്റ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് ഇത് തന്നെ അല്ലേ, നിങ്ങൾക്കൊരു ആക്റ്റീവ് ആയി നിങ്ങൾക്കൊരു ഫ്രീ മൈൻഡ് ആയിട്ടുണ്ടോ? ഫാത്തിമയല്ലേ നമ്മളോട് ചോദിച്ചു ഇനി അവസരം തരുമോ എന്നുള്ളത്. ഇനി ഒന്നുകൂടെ സംസാരിക്കാൻ പറ്റുമോ? അതെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഫീഡ്ബാക്ക് കിട്ടണം എന്നുണ്ട്. ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ, എങ്ങനെയാണ് നിങ്ങളുടെ തുടക്കത്തിനെ കുറിച്ച്? തുടക്കത്തിൽ കുറച്ച് ചെറിയൊരു എന്താ പറയാ, ക്യാമറന്റെ മുമ്പിൽ വന്നൊരു ഇതുണ്ടായിന്. പക്ഷെ ആ ഗെയിമിലോട്ടെല്ലാം വന്നേരം നല്ല ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് പിക്ചറെല്ലാം വന്ന പോലെ തോന്നിന്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല രസം, എൻജോയ് ചെയ്യാൻ പറ്റി. അതെ, ഫാത്തിമയല്ലേ പറഞ്ഞ റിസ്ക് കൂടുതൽ എടുത്തുകൊണ്ട് റിട്ടേൺ ഉണ്ടാക്കണം എന്നുള്ളത്. റിസ്ക് എടുത്താണെന്ന് ഞാന് വീണ്ടും സംസാരിക്കാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പിന്നെ അതെന്നെ ആലോചിച്ചിട്ട് ഭയങ്കര ഞാനൊന്നും പറഞ്ഞില്ല. അതാ ഞാൻ ഒന്നുകൂടെ പറയട്ടെ എന്ന് ചോദിച്ചത്. പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഹസ്ബൻഡ് ബിസിനസ് മാൻ ആണ്. ഹസ്ബൻഡാണ് എന്റെ ഫ്രണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതും വീണ്ടും സ്റ്റഡീസിലോട്ട്. ഇപ്പൊ എനിക്കൊരു മോനും ഒരു മോളും ആണ്. അപ്പൊ കല്യാണം നേരത്തെ കഴിഞ്ഞു. അപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ +2 ആവുമ്പോ എനിക്കൊരു മോനെ, പിന്നെ മോനെ സ്കൂളിൽ ചേർന്നിട്ടാകുമ്പോ പഠിക്കുക. അപ്പൊ നമ്മള് ജിദ്ദയിലാണ് ഉണ്ടായേ. അപ്പൊ ആരും മോനെ ആക്കി അങ്ങനെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായി. അപ്പം പിന്നെ വിചാരിച്ച് മോനെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോഴത്തേക്കും ഞാന് +2 എല്ലാം എഴുതാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പത്തേനും മോളായി. പിന്നെ മോളെ പോകാൻ വേണ്ടി അത്ര വെയിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും ഈ 10 വർഷത്തെ ഗ്യാപ്പ് വന്നത്. ഹസ്ബൻഡ് സപ്പോർട്ടീവ് ആണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം ആദ്യമേ മനസ്സിലായി. കാരണം അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു കോഴ്സ് ചെയ്തു, ഇതിന് മുന്നേയും വന്നു, +2 ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഒരു സപ്പോർട്ട് പുറകിൽ ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഓൾറെഡി നമുക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതാ ഞാൻ ഒന്നുകൂടെ ഇത്രയും സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നിട്ട് ഒന്നും പറഞ്ഞില്ല എങ്കിൽ, ഒന്നും പറഞ്ഞില്ല ഓർത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ 10 വർഷത്തെ ഗ്യാപ്പ് അതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നമ്മൾക്ക് മെയിൻ ആയിട്ട് എല്ലാ കുട്ടികളോടും പറയണതാണ്, ഗ്യാപ്പ് എന്നൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണ്ട. എഡ്യൂക്കേഷൻ നമുക്ക് അങ്ങനെ ഗ്യാപ്പോ ഏജോ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. നമുക്കൊരു വില്ലിങ്നെസ് ഉണ്ടായാൽ മതി. നമുക്കതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം, നമുക്ക് എന്തോ ഒരു നേടിയെടുക്കണം, നമ്മളുടെ മനസ്സിൽ നമുക്ക് എന്തൊക്കെയോ ആയി തീരണം എന്നൊരു ഉറച്ചൊരു തീരുമാനം നമുക്ക് തന്നെ ഉണ്ടായിരുന്നാൽ മതി. നമുക്ക് എന്തും നേടിയെടുക്കാം, സക്സസ്ഫുൾ ആകാം, നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെല്ലാം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രിയും PGയും മാത്രമായിരിക്കത്തില്ല, നമുക്ക് എന്തൊക്കെയോ കുറെ ജോലി ആയിരിക്കും, ഒന്നുകിൽ ഒരു പ്രൊമോഷൻ ആയിരിക്കും, ഒരു ബിസിനസ് ആയിരിക്കും. നിങ്ങൾ മോസ്റ്റ് എല്ലാവർക്കും ബിസിനസ് ഡെവലപ്മെന്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം, പ്രത്യേകിച്ച് BBA കൂടെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു എയിം ഉണ്ടായിരിക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം.
അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ബിസിനസ് നിൽക്കുന്നതുകൊണ്ട് അറിയാം, നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നിങ്ങൾ പലതും നേടിയെടുത്തേക്കുന്നത്. പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഒരു ഡിഗ്രി വേണം, ഇതിനു വേണ്ടി വരുന്നു. അപ്പൊ അത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. വലിയ ടഫ് ഒന്നും അല്ല. നമ്മുടെ ഗ്യാപ്പ് ആണേലും നമ്മുടെ പ്രായമാണേലും ഒന്നും നമുക്ക് ഇവിടെ ഒരു തടസ്സമല്ല. നമ്മുടെ ഒരു വില്ലിങ്നെസ് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രധാനം കേട്ടോ. ഈ ഒരു ഗെയിമിൽ കാണിച്ച ഒരു ആക്റ്റീവ്നെസ് അതെല്ലാം നമ്മുടെ പഠിത്തത്തിൽ മുന്നോട്ട് നമ്മൾ കാണിക്കുക കേട്ടോ. മുന്നോട്ടുള്ള സെഷൻസിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൽ നല്ല ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാം കേട്ടോ. എല്ലാ സപ്പോർട്ടിനും നമ്മൾ കൂടെ കാണും. അടുത്തതായിട്ട് ആരാണ് ഫീഡ്ബാക്ക് പറയാനായിട്ട്? Hello. Yeah. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. Session was all in all. This session was good, and then ഒരു 1.5 hour 2 hours almost enjoy ചെയ്തു. Then എല്ലാവരും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Then കുറച്ച് പേരെ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. Then അവരെ ഫ്യൂച്ചർ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. Then ഈ അതർ ദാൻ ഈ എന്താണ് എഡ്യൂക്കേഷൻ, നമ്മൾ മിസ്സായ ഡിഗ്രി ചെയ്തതിന് പുറമെ എല്ലാവരും ഫിറ്റ്നസ്, ഹെൽത്ത് കാര്യങ്ങളും ഇതിന്റെ പേരിലായിട്ട് തന്നെ ചെയ്യാം. ഈവൻ വിദേശത്തുള്ള നമ്മുടെ എന്താ പറയുക പ്രവാസികളൊക്കെ കൂടുതലും മിനിമം ഒരു 1 hour to 45 minutes അല്ലെങ്കിൽ 1 hour to 1.5 hours എപ്പോഴൊക്കെയാണോ ടൈം അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഫിറ്റ്നസ്സിലോട്ട് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഹെൽത്തി ലൈഫ്, ഹെൽത്തി എഡ്യൂക്കേഷൻ എല്ലാവരും നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങളെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കണം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇനി ആരാണ് വരുന്നത്? സുജിത്ത് പറഞ്ഞപ്പോഴാണ് 2 മണിക്കൂറായി ആലോചിക്കുന്നത്. ഓക്കെ, ഹലോ. നമുക്ക് ആ സീനാരി അറിഞ്ഞില്ല. ഹലോ. ഒന്ന് പറയോ ഈ സെഷനെ എന്നെ കുറിച്ച്? സംബന്ധിച്ചിടത്തോളം നമ്മള് ഇത്രയും ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ സമയം 9:30 ആയി. ഞാൻ സ്റ്റിൽ ഓഫീസിലാണ്. ഇപ്പൊ മോർണിംഗ് തുടങ്ങി ഈ സമയം വരെ നിൽക്കുമ്പോ അതിനിടയിൽ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷിങ് ആയിരുന്നു. കുറച്ച് എന്താ പറയാ, ഈ പറഞ്ഞ മാതിരി ബാക്കിലോട്ട് പോകാൻ പറ്റി. അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമായി. പിന്നെ കുറെ നമ്മള് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു അല്ലേ? കുറെ ഒരു നാളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ശേഷമായിരിക്കുമല്ലോ ലെവല്. ഈ ഒരു ഗെയിംസിലോട്ടൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത് അല്ലേ? ശരിക്കും ഞാൻ ഇപ്പൊ നമ്മുടെ സ്റ്റാഫ് ആയാലും ഞങ്ങൾ എല്ലാവരും ആയാലും കുറച്ച് സമയം കണ്ടെത്താറുണ്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവരാനായിട്ട്. കാരണം എപ്പോഴും അതെ എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിലോട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് മരവിച്ചു പോകും, സ്ട്രെസ്ഡ് ആയിപ്പോകും. അതെ അപ്പം എപ്പോഴും നമ്മുടെ ലൈഫിലോട്ടൊന്ന് നോക്കുക, നമ്മൾ ലൈഫ് കറക്റ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും നോക്കുക. ഇതിപ്പോ ഫാമിലി ആയാലും ശരി, ബിസിനസ് ആയാലും ശരി, എല്ലാത്തിലോട്ടും ഫുൾ ടൈം നിൽക്കാണ്ട് എല്ലാത്തിനും സമയം കാണുക, ലൈഫ് എൻജോയ് ചെയ്യുക, ജീവിക്കുക, പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പഠിക്കാൻ പറ്റും. നമുക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇത് ബിസിനസ്സിനായാലും ശരി, ബാക്കി എല്ലാത്തിനായാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സമയം കണ്ടെത്താൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, എല്ലാവരും ആക്റ്റീവായിട്ട് ഹാപ്പി. ഹലോ, ഓക്കെ. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ സെഷനിൽ പങ്കെടുത്തപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്ന കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു എന്താ പറയാ ഈ ഒരു സ്കൂൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു. ശരിക്കും പറഞ്ഞാല് ക്ലാസ് റൂം ഫീൽ ആണോ? എങ്ങനെ ക്ലാസ് റൂം ഫീൽ ആണോ? ക്ലാസ് റൂം ഒരുപാട് അന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാവല്ലോ നമ്മളെ ഓരോ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആ ലൈഫ് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ആ ഫീലിംഗ്. കാരണം ഒരു ടീച്ചറും നമ്മളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എല്ലാവരും ഇരുന്ന് എങ്ങനെ ചെയ്യണുള്ള ആ ഫീലിംഗ് കിട്ടി. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജോബ് ഓറിയന്റഡോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു വ്യക്തി എത്രത്തോളം അതായത് മരിക്കണ വരെ പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ, അതായത് കൾച്ചറായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ വരും. വെറും ജോബ് ഓറിയന്റഡ് മാത്രമല്ല.
എഡ്യൂക്കേഷൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോബ് അല്ലെങ്കിൽ അതെ, കരിയർ നമ്മുടെ ഫ്യൂച്ചർ. ഒരു ക്യാരക്ടർ വൈസും ഒക്കെ നമുക്കൊരു ഡെവലപ്മെന്റിന് നല്ലതാണ് എഡ്യൂക്കേഷൻ അത് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ചെന്ന് നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ എന്ത് നമുക്കൊരു ക- വാല്യൂ ക- കിട്ടും, മറ്റുള്ളവരുടെ അതെ മുമ്പിലായാലും ഒരു അതെ വാല്യൂ അതെ ആണ്. അതെ 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 അതാണ് ഏറ്റവും എഡ്യൂക്കേഷന്റെ ഏറ്റവും വേണ്ടത് അതാണ് ശരിക്കും. നമ്മുടെ ഒരു പിന്നെ ക്യാരക്ടർ ല- വൈസ് നമുക്കൊരു ഉണ്ടെന്ന് പറഞ്ഞാലും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതെ 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 അത് പിന്നെ എത്ര നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു നിൽക്കണമെങ്കിലേ എഡ്യൂക്കേഷൻ ആ, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി കയ്യിലില്ല എങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റ്സ് കയ്യിലില്ല എങ്കിൽ നമ്മൾ എപ്പോഴും എത്ര എക്സ്പീരിയൻസ് അതെ ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ പുറമോട്ട് മാറി നിൽക്കേണ്ടി വരും. അതെ മാറി മാറി നിൽക്കണം. ഇപ്പൊ ഒരു ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ഒരു സെഷനിൽ എന്തിൽ പങ്കെടുക്കണമെങ്കിലും ചിലപ്പോ ഇപ്പൊ ഒരു ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മളെ വിളിക്കണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതെ അല്ലെങ്കിൽ അതെ ഒരു പിന്നെ ക്വാളിഫിക്കേഷൻ ചേർത്ത് പറയുമ്പോഴാണേലും നമ്മുടെ പേരിനോട് ചേർത്തൊരു ക്വാളിഫിക്കേഷൻ പറയുമ്പോഴാണേലും ഒരു അതെ ജസ്റ്റ് ഒരു അതെ കോൺഫറൻസ്, അതെ ഒരു അതെ മീറ്റ് ഒക്കെ വരുമ്പോൾ അതെ നമുക്ക് എന്ത് വേണേലും, എത്ര നമ്മൾ ബിസിനസ്സുകാരാന്ന് പറഞ്ഞാലും ഹൈലി ലെവലാന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അതെ എപ്പോഴും ഒരു പ്ലസ് അതെ പോയിന്റ്സ്. എന്ത് വേണേലും അതെ ഒന്നും നിങ്ങൾക്കൊന്നും താമസിച്ചിട്ടില്ല, എല്ലാം എന്താ കറക്റ്റ് ടൈമിൽ തന്നെയാണ്. എന്താ ആക്റ്റീവായിട്ട് നല്ല അതെ രീതിയിൽ ഇപ്പോഴേ അങ്ങ് എടുക്കുക. ഇനി പിന്നെയും ലേറ്റ് ഓക്കെ ആക്കാൻ നിൽക്കാതെ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ ഓക്കെ ഇനി ആരെങ്കിലും ഓക്കെ നമുക്ക് ഫീഡ്ബാക്ക് ഓൾ ആയിട്ട് ദ ബെസ്റ്റ്. വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ ശരി താങ്ക്സ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? അതോ ഇല്ല? ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് നമ്മളൊരു ആക്ഷൻ ടാസ്ക് തരും. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളൊരു വർക്ക്ഷീറ്റ് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ, അത്ര എന്താ പറയാ അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്യുക പറയുന്ന ദിവസത്തിനുള്ളിൽ. ഇപ്പൊ ഇന്ന് അയച്ചു തന്നാലും നാളെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ ഒരു ഈവനിങ്ങോട് കൂടി അല്ലെങ്കിൽ അടുത്തൊരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ മെന്ററിന് നിങ്ങളത് അയച്ചു കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത്ര വലിയ ഹൈലി തല പോകാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നല്ല. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് എടുത്ത് പോകുന്നുണ്ടോ എന്നുള്ള അറിയാനും നിങ്ങൾ നമ്മുടെ സെഷന്റെ കൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാനും കൂടിയാണ്. പിന്നെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ. അപ്പോൾ ഈ സെഷനിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പ്ലസ് ആക്ഷൻ ടാസ്കിന്റെ നിങ്ങളുടെ കംപ്ലീഷൻ, അതിനനുസരിച്ചിട്ട് നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് എന്നൊക്കെ നമ്മളൊരു ബെസ്റ്റ് പെർഫോമറെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഓരോ ബാച്ചിൽ നിന്ന്. അപ്പോ ഇന്ന് നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്ത് തരും. പക്ഷെ ഇവിടെ നമ്മളൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ആക്ഷൻ ടാസ്കിൽ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്നുള്ളത് ഞാനിപ്പോ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആക്ഷൻ ടാസ്ക് ഓഫ് ദി ഡേ സെഷൻ ഓറിയന്റേഷൻ സെഷൻ 1 കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. ഒന്നുമില്ല. ആദ്യത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ടാണ്. അതില് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ നെയിം മെൻഷൻ ചെയ്യണം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് മെൻഷൻ ചെയ്യണം, പ്ലേസ് മെൻഷൻ ചെയ്യണം, സ്ട്രെങ്ത് മെൻഷൻ ചെയ്യണം, ഹോബീസ്, ജോബ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്ത്, അതായത് ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിന് നിങ്ങളത് കറക്റ്റ് സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്, ഒരു മുടക്കവും കൂടാതെ അല്ലെങ്കിൽ മറന്നു പോകാതെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചെയ്യണം. അപ്പൊ എന്താ പറയാ, സെഷൻ തുടങ്ങിയ അതേ എന്താ പറയാ തുടങ്ങുമ്പോ നമുക്ക് ഒരുപാട് എന്താ പറയാ ഇതുണ്ടായിരുന്നു, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ, അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അതൊക്കെ തെറ്റായ ധാരണകളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. നമ്മളോടൊപ്പം അതെ അതെ, ഇത്രയും 2 മണിക്കൂറോളം അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഗെയിംസിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സംസാരിക്കാനായിരുന്നാലും പരസ്പരം ഇന്ററാക്റ്റീവ് ഇരിക്കുന്നതിലായാലും അത്രയും നിങ്ങളോട് അത്രയും എന്താ പറയാ കടപ്പെട്ടിരിക്കുന്നു. ഹാപ്പിനെസ് ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഹാപ്പിനെസ് മാത്രമാണ്. ഞങ്ങളും അത് കാരണം കൊണ്ട് ആക്റ്റീവ് ആയിരുന്നു. ചില സെഷൻസിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ അത്രയും ആക്റ്റീവ് ആവാറില്ല, അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര എന്തോ തോന്നാറുണ്ട്. പക്ഷെ ഈ സെഷൻ ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു. ഇനിയുള്ള സെഷൻസിലും പല മുഖങ്ങൾ ഓർക്കുന്നു, ഓരോരോ വേർഡ് ഓർക്കാനായിട്ട് പല പേരുകള്, കാര്യങ്ങള്, നമുക്ക് ഒത്തിരി ഓർമ്മകൾ കിട്ടിയ ഒരു സെഷൻ.
സെഷൻ. അപ്പൊ നിങ്ങൾക്കും ഇനിയുള്ള അങ്ങനെ തന്നെ സെഷൻസിലും വിശ്വസിക്കുന്നു. അതെ, ഇനിയുള്ള സെഷൻസിലും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. ഒരാൾ പോലും ഇനിയുള്ള സെഷൻസോളം മിസ് ഔട്ട് ആക്കരുത്. കാരണം നേരത്തെ പറയുന്ന പോലെ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഡൗട്ട്സോളൊക്കെ ക്ലിയർ ചെയ്യാനുള്ളതാണ് ഇനി വരുന്ന സെഷൻസോളൊക്കെ. അപ്പൊ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഒത്തിരിയും മനസ്സിൽ കിടക്കുന്ന കുറെ ഡൗട്ട്സുകൾ ഉണ്ട്. പല കോഴ്സിനെ കുറിച്ച് ആയാലും ഇഗ്നോ ആണെങ്കിലും ലേണേഴ്സ് എന്താണെങ്കിലും എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്ന സെഷൻസ് ആണ് മുന്നോട്ടുള്ളതെല്ലാം. നിങ്ങൾ മാക്സിമം അതിനകത്ത് പ്രസന്റ് ആകുക, മാക്സിമം ഡൗട്ട്സ് എല്ലാം ആ സമയങ്ങളിൽ ക്ലിയർ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ സെഷൻസിൽ മാക്സിമം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിച്ചോളുന്നു.